എൻ്റെ ഒരു വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം പള്ളിയിലോ ക്രിസ്ത്യൻ പള്ളിയിലോ പോയി അഷ്ടമംഗല പ്രശ്നം വെക്കണമെന്നാണ്. ഈ തരത്തിൽ പറയാനും ഒരു വലിയ ക്യാൻവാസിൽ ഇതിനെ ചർച്ച ചെയ്യാൻ വേണ്ടി ശാസ്ത്രജ്ഞന്മാരും തയ്യാറാവുന്നില്ല, മതപണ്ഡിതന്മാരും തയ്യാറാവുന്നില്ല. അവർക്കെല്ലാം അവരുടെ സെക്ടേറിയൻ ആറ്റിറ്റ്യൂഡാണ്. പ്ലാനറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പറയുന്നുണ്ട്. എങ്ങനെയാണ് ആസ്ട്രോളജി പ്ലാനറ്റുമായിട്ട് കണക്റ്റഡ് ആവുന്നത്? ആസ്ട്രോളജി പ്ലാനറ്റുമായിട്ട് കണക്ട് അതാ ഞാൻ സയന്റിഫിക്കലി എന്ന് പറയുമ്പോൾ രണ്ടും കെട്ടുപിണഞ്ഞ് കിടക്കുക. അതോടാണ് നമുക്ക് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം. ഇത് എല്ലാവർക്കും ഉപയോഗപ്പെടുന്നതാണെങ്കിൽ പല മതങ്ങളും ഇതിനെ സപ്പോർട്ട് ചെയ്യാത്തത്, അല്ലെങ്കിൽ അത് യഥാർത്ഥത്തിൽ എന്താണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. റംസാനും ബാക്കിയുള്ളതില്ലേ എന്തിനെ ആശ്രയിച്ചുകൊണ്ടാ ചെയ്യുന്നത്? ചന്ദ്രനും. അപ്പോൾ എന്താണ് തിരുമേനിയുടെ ചന്ദ്രനും പിന്നെ മുഖ്രയുടെ ചന്ദ്രനും രണ്ട് ചന്ദ്രന്മാരാണ്. ഇതൊന്നും 100% വിശ്വസിച്ചുകൊണ്ട് യു കനോട്ട് മൂവ്. ഇതൊരു സാധ്യതകളുടെ ശാസ്ത്രം. ആ സാധ്യതകളുടെ ശാസ്ത്രത്തെ അബ്സല്യൂട്ട് സയൻസായിട്ട് കണക്കാക്കുമ്പോൾ പറ്റുന്ന അപജയമാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ ഫലം വരാൻ സാധ്യതയുള്ളതാണ്. പക്ഷെ ഞാൻ ചെയ്തിട്ട് ഇത്രയായിട്ട് ഫലം വരുന്നില്ലെങ്കിൽ അതിൻ്റെ കാര്യം കണ്ടെത്താനേ ജ്യോതിഷം നോക്കാവൂ. ഇല്ലെങ്കിൽ ദി വെരി സെയിം പർപ്പസ് ഈസ് ഡിഫീറ്റഡ്. എന്തിനു വേണ്ടി ജാതകപുരം നോക്കുന്നത്? കാരണം ഇപ്പോഴും ചേരത്തില്ലയോ എന്നറിയാനാണ്, ചേരുമോ എന്നറിയാനല്ല. അതാണ് ഞാൻ പറഞ്ഞ കൺഫോമിറ്റി ആൻഡ് കംപ്ലയൻസ്. അല്ലാതെ കല്യാണത്തിന് വേണ്ടി ജാതകപുരം നോക്കാൻ ആരും പറഞ്ഞിട്ടില്ല. ശുദ്ധാസമത്വമാണ്. ഈ ശാസ്ത്രം ഉണ്ടാക്കിയേക്കുന്നത് കല്യാണത്തിന് വേണ്ടി ജാതകം നോക്കാനല്ല. FORTY2 പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ജാതകം അല്ലെങ്കിൽ ആസ്ട്രോളജി നമ്മുടെ ജീവിതത്തെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ശരിക്കും ആസ്ട്രോളജി ഒരു ഗൈഡൻസ് ആണോ, അല്ലെങ്കിൽ നമ്മൾ തിരിച്ചറിയാതെ ഫോളോ ചെയ്യുന്ന ഒരു സൈലന്റ് കൺട്രോൾ സിസ്റ്റം ആണോ? ഒരു പ്രഡിക്ഷൻ ഒരു മനുഷ്യന്റെ ഡിസിഷനെ സ്വാധീനിക്കുമ്പോൾ അത് വെറും ബിലീഫ് ആണോ, അല്ലെങ്കിൽ ബിഹേവിയറൽ ഇൻഫ്ലുവൻസ് ആണോ? ആസ്ട്രോളജി ഗൈഡൻസ് ആയി ഉപയോഗിക്കേണ്ടത് ഇവിടെ വരെ. ഈ എപ്പിസോഡ് മുഴുവനായി കാണുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഈ വലിയ എപ്പിസോഡിന്റെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങൾ ഷോർട്സായും റീൽസായും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഇടുന്നുണ്ട്. ഈ ഫുൾ എപ്പിസോഡിന്റെ ഓഡിയോ എക്സ്പീരിയൻസ് സ്പോട്ടിഫൈയിലും അവൈലബിൾ ആണ്. ആസ്ട്രോളജിയെ പറ്റി ഇന്ന് നമ്മളോട് സംസാരിക്കാൻ നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ സി രാമചന്ദ്രനാണ്. അദ്ദേഹം ഒരു അപ്ലൈഡ് സൈക്കോളജിസ്റ്റും ഒരു ആസ്ട്രോ സയന്റിസ്റ്റും ഇന്റർനാഷണൽ മാനേജ്മെന്റ് ട്രെയിനർ കൂടിയാണ്. രാമചന്ദ്രൻ സാർ, വെൽക്കം ടു FORTY2 പോഡ്കാസ്റ്റർ. നമ്മുടെ കാഴ്ചക്കാരിൽ സാറിനെ അറിയാത്ത കുറേ പേരുണ്ടാവും. അവർക്ക് മനസ്സിലാവാൻ വേണ്ടി സാർ ആരാണ്, സാർ എന്തൊക്കെയാണ് ചെയ്തത്, സാർ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്? ബേസിക്കലി ഐ ആം ഇലക്ട്രിക്കൽ എഞ്ചിനീയർ. ഓക്കെ. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് പ്രൊഫഷണലി ഐ ഹാവ് വർക്ക്ഡ് ഇൻ മെനി ഓർഗനൈസേഷൻസ്. പിന്നെ ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിലൊക്കെ വന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ MBA എടുത്തപ്പോൾ അതിനകത്ത് സബ്ജക്റ്റ് ബിഹേവിയർ സയൻസാണ്. അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന ഏരിയയിൽ പല ആളുകളുടെയും പെരുമാറ്റം എന്താണ് ഇത്ര വ്യത്യാസമായിട്ട് വരുന്നതെന്നുള്ളത് നമ്മളെ ഒരുപാട് തവണ അലട്ടിക്കൊണ്ടിരുന്നൊരു പ്രശ്നമാണ്. പലപ്പോഴും വളരെ വ്യത്യാസമായി. അതേപോലെ തന്നെ ഒരേ പേരൻസിന് ഒരേ എൻവയറോൺമെൻറ്റിൽ ജനിക്കുകയും ഒരേ രീതിയിൽ വളരുകയും ചെയ്യുന്ന ആളുകളുടെയും ശീലങ്ങൾ വളരെ വ്യത്യാസമാണ്. അവരുടെ ഫെയ്റ്റും വ്യത്യാസം. അപ്പോൾ ചില സമയങ്ങളിലൊക്കെ നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് പഠിക്കുക. അപ്പോൾ ഞങ്ങൾ രണ്ടും കമ്പൈൻ സ്റ്റഡി നടത്തുമ്പോൾ ഒരാൾ പറയും ഞങ്ങളന്ന് essay ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഒരു 15 essay ഉണ്ടെങ്കിൽ അതിനകത്ത് 4 എണ്ണം ചോദിക്കും, അതിനകത്ത് 3 എണ്ണം എഴുതിയാൽ മതി. അപ്പോൾ ചില ആളുകളാണെങ്കിൽ ഇത് 4-5 എണ്ണം മാത്രം പഠിച്ചുകൊണ്ട് പോകും. ചില ആളുകൾ ചോയ്സ് വരുമ്പോൾ 2 എണ്ണം വിടും. പരീക്ഷയ്ക്ക് ചെല്ലുന്ന ഉടനെ ചിലപ്പോൾ ഈ 15-ൽ 5 എണ്ണം മാത്രം പഠിച്ചവന് 5 എണ്ണവും കിട്ടും. വേറെ ഒരുത്തൻ വിട്ടുകളഞ്ഞത് മാത്രം ചോദിക്കും. വൈഡ് ഹാപ്പൻസ്. അതുപോലെ ചില ആളുകൾ വളരെ സമർത്ഥന്മാരായിരിക്കും, പക്ഷെ അവൻ ഏത് കോമ്പറ്റേറ്റീവ് ടെസ്റ്റ് എഴുതിയാലും 2 മാർക്കെങ്കിലും കുറവ് വന്നിട്ട് അവൻ പുറത്താവും. വേറെ ചില ആളിൽ എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ അവൻ അതിനകത്ത് ചാടി വരും. അപ്പോൾ ഈ തരത്തിൽ നമ്മുടെ നിയന്ത്രണത്തിന് അതീതമായ പല കാര്യങ്ങൾ പെരുമാറ്റത്തിലും വിധിയിലും ടേസ്റ്റിലും ഒക്കെ വരുന്നുണ്ട്. ഇതെന്താണ് എന്നറിയാൻ വേണ്ടിയുള്ള ഒരു ചെറിയ ഇൻവെസ്റ്റിഗേഷനിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം. ഓക്കെ. അതിൽ MBA ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ ബിഹേവിയർ സയൻസ് പ്രധാനം. അതിനകത്ത് നമ്മൾ ഈ ഒരാളിനെ ഒരു ടൈപ്പ് കണ്ടുപിടിക്കാൻ വെസ്റ്റേൺ സ്റ്റൈലിൽ ദർ ഇസ് എ ടൂൾ. അത് സാർവത്രികമായിട്ട് ഉപയോഗിക്കുന്ന ടൂള് മേയർ ബിഡ്സ് ടൈപ്പ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞൊരു ടൂളാണ്. അതിന് നമുക്ക് ലൈസൻസൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ടൂളിനകത്ത് 250 270 മറ്റോ ആണെന്ന് ഓർക്ക് ക്വസ്റ്റ്യനേഴ്സ് ഉണ്ട്. അതിനകത്ത് പല ഓപ്ഷൻസ് നമ്മൾ കൊടുക്കും. ആ ഓപ്ഷൻസ് എല്ലാം അവരെ കൊണ്ട് ഒരു പ്രത്യേക എൻവയറോൺമെൻറ്റിൽ ഇരുത്തിക്കൊണ്ട്
വി വിൽ ആസ്ക് ദം ടു ഫിൽ ഇൻ. എന്നിട്ട് അത് കിട്ടിക്കഴിയുമ്പോൾ നമ്മളതിനെ അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്തിട്ട് നമ്മൾ 10-16 ടൈപ്പായിട്ട് ആൾക്കാരെ തിരിക്കും. ചില ആൾക്കാരുണ്ട്, അവർ ദേ വിൽ ബി ഹൈലി എക്സ്ട്രാവർട്ടഡ്, ചിലർ ഇൻട്രോവർട്ടഡ് ആയിരിക്കും. അതിൻ്റെ റേഷ്യോയിലും വ്യത്യാസം വരും. ചിലർ സെൻസിങ് ആയിരിക്കും, ചിലർക്ക് ഇൻറ്റ്യൂഷൻ ആയിരിക്കും, ചിലർ തിങ്കിങ് ആയിരിക്കും, ചിലർ ഫീലിംഗ് ആയിരിക്കും. അങ്ങനെ നമ്മൾ 10-16 ടൈപ്പായിട്ട് തിരിച്ച് ഓരോന്നിനെ എടുത്തിട്ട് അതിൻ്റെ കോമ്പിനേഷൻ ഉണ്ടാക്കി. ദർ ആർ 16 ടൈപ്പ് ഓഫ് പീപ്പിൾ ബ്രോഡ്ലി എമംഗ് അസ്. അവരുടെ ഓരോ ടൈപ്പിനും ഓരോ പ്രൊഫഷണലിലൊക്കെ അവരായിരിക്കും സ്യൂട്ടബിൾ. ഇത് ഞാൻ ചെയ്തൊക്കെ വന്ന് എൻ്റെ ഒരു ജോലി അതായിരുന്നു. മാനേജേഴ്സിനൊക്കെ പഠിപ്പിച്ചുകൊണ്ട് നടന്ന ഇൻ്റർനാഷണലി ഞാൻ സ്റ്റേറ്റ്സിലൊക്കെ പോകും, അവിടെ പോകും, നമ്മുടെ ഇവിടെയും മാനേജേഴ്സിനൊക്കെ പഠിപ്പിച്ചു വന്നു. അപ്പോൾ അപ്പോഴും എനിക്കൊരു കാര്യം, ഈവൻ INFJ അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പ് ആകാൻ എന്താ കാരണം? അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ഹൗ യു ആർ, അതെനിക്ക് കിട്ടിയേക്കുന്നത് വൈ ഹി ഹാപ്പൻ ടു ബി ലൈക്ക് ദാറ്റ്. അതിനകത്തുനിന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയാണ് ഈ അസ്ട്രോളജിയിലേക്ക് എന്നെ എത്തിച്ചത്. അത് മാത്രമേ പറയുന്നുള്ളൂ, നീ ഇങ്ങനെ ആകാൻ ഇന്നതാണ് കാരണം. അത് ശരിയോ തെറ്റോന്ന് എനിക്കറിയാൻ വയ്യ. ഇഫ് ദർ ഈസ് എ ന്യൂ തിയറി ഗോയിങ് ടു ബി എൻഫോഴ്സ്ഡ് ഹിയർ, then you may have to pave way for that. Till this point of time, that is your living. അതിന് നമ്മൾ കണ്ടെത്തിയ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിൽ ഓരോ നിമിഷവും ഡിഫറൻറ്റാണ്. നമ്മളീ പറയുന്ന സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സംതിങ് ഈസ് ഇൻ ദി മിഡിൽ, സൂര്യൻ. അതിൻ്റെ ചുറ്റുമായിട്ട് ബാക്കിയുള്ള പ്ലാനറ്റ്സ് എല്ലാം ഒരു പ്രത്യേക ഡിസ്റ്റൻസിൽ, പ്രത്യേക രീതിയിൽ, പ്രത്യേക പാത്തിൽ ഓരോ നിമിഷവും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. എൻജിനീയേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസ് ഒരുപാട് കോമ്പിനേഷൻ ഉണ്ടാവും. അത് ഓരോ നിമിഷത്തിലും നമ്മുടെ മനസ്സിലുള്ള ടൈമിൻ്റെ ഈ സ്കെയിലെന്ന് പറയുന്നത് സെക്കൻഡോ മൈക്രോ സെക്കൻഡോ നാനോ സെക്കൻഡോ ഒക്കെ, അതിനേക്കാളും ചെറിയൊരു സെക്കൻഡാണ് വരുന്നതെങ്കിൽ എത്രയോ കോമ്പിനേഷൻസ് നമുക്കിതിനകത്ത് ഉണ്ടാകും. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ ഈ കോമ്പിനേഷൻസിൽ വരുന്ന ചെറിയ ഡിഫറൻസാണ് ഇവൻ്റെ ഫെയ്റ്റിലും ടേസ്റ്റിലുമെല്ലാം മൈക്രോ ലെവൽ മാറ്റങ്ങൾ വരാൻ കാരണമായിട്ട് ഇതുവരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഞാനിത് രണ്ടും കൂടി ഒരുമിച്ച് കമ്പയർ ചെയ്തപ്പോൾ മെനി തിങ്സ് ആർ കമ്മിങ് ട്രൂ. ഭ്രാന്തൻ ഈ ഹോറോസ്കോപ്പ് നോക്കിയപ്പോൾ ഇവൻ സൈക്കോസമാറ്റിക് ഡിസോർഡർ വരാൻ അവന് യോഗമുള്ളവൻ. അപ്പോൾ നമ്മുടെ അസ്ട്രോളജേഴ്സിനെ പറ്റിയിരിക്കുന്ന ഒരു ചെറിയ അപചയം, അസാധാരണമായ സയൻറ്റിഫിക് നോളജ് വേണ്ടവൻ വേണം ഇതിനകത്ത് ഇടപെടാൻ. സൊസൈറ്റി പറ്റിയിരിക്കുന്ന ഒരു വലിയ കുഴപ്പം, അസ്ട്രോളജിക്ക് ഇപ്പോൾ കാണുന്ന അസ്ട്രോളജിക്ക് ഒരു വിലയില്ല, വലിയ വിലയൊന്നുമില്ല. എൻ്റെ വീട്ടിലും ജ്യോത്സ്യനുണ്ടോ എന്ന് ചോദിച്ചാൽ അവരില്ലെന്ന് പറയും. ഞാനാ ഫോൺ എടുക്കുന്നതെങ്കിൽ ഞാൻ മാത്രം എടുക്കും. അവർ പറയും ജ്യോത്സ്യനൊന്നും ഞാൻ അറിയപ്പെടാൻ അവരാഗ്രഹിക്കുന്നില്ല. കാരണം ഇത് സോഷ്യൽ പൊട്ടൻഷ്യാലിറ്റി ഓർ ദി റെസ്പെക്ട് ബീയിങ് ഗിവൺ ടു മെനി ഓഫ് ദി കൺട്രി അസ്ട്രോളജേഴ്സ് ആർ വെരി ലെസ്. അപ്പോൾ വളരെ ബുദ്ധിമാന്മാർ മാത്രമായി ഇതിനകത്ത് ഇടപെടേണ്ടത്. ഇത് ഡിവൈസ് ചെയ്ത വരാഹമിഹിർ എന്നൊക്കെ പറയുന്ന ആൾ അസാധാരണമായ പ്രതിഭാശാലികളും അസ്ട്രോണമേഴ്സുകാർ. അവർ ചെയ്ത കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഈ തരത്തിലേക്ക് ആളുകൾ ഇൻ്റർപ്രറ്റ് ചെയ്യാവുന്ന അപജയം വന്നപ്പോഴാണ് അതിങ്ങനായി. രണ്ടാമത്, സൈക്കോളജിക്കലി അവർ പീപ്പിൾ ആർ ഹൈലി ഇൻസെക്യൂർഡ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും മതി. ഇത് രണ്ടും വന്നാണ് നമുക്കിങ്ങനെ വന്നത്. അപ്പോൾ ഞാനിത് വരാൻ കാര്യം ഇതെന്താണ്? എൻ്റെ ലൈൻമാൻ, എനിക്ക് 400 ലൈൻമാന്മാരുണ്ടെന്നിരിക്കട്ടെ എൻ്റെ കൺട്രോൾ. 400 പേരും 400 ടൈപ്പിലാണ്. അതേപോലെ ചിലരുടെ ഈ രീതികളെല്ലാം വരാനുള്ള കാരണം എന്താണെന്നുള്ളതാണ് എന്നെ യഥാർത്ഥത്തിൽ കൂടുതൽ ഇതിനെക്കുറിച്ച് ചിന്തിപ്പിച്ചത്. പിന്നെ ഞാനൊരു പ്രൊഫഷണൽ ട്രെയിനറായിരുന്നു. അപ്പോൾ എനിക്ക് അതിന് വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. സാർ അസ്ട്രോളജി പഠിക്കുമായിരുന്നു? ഞാൻ അസ്ട്രോളജി അത് കഴിഞ്ഞ് പഠിക്കാൻ പോയി. എല്ലാം ക്ലാസിക്കലായിട്ട് പഠിച്ചെങ്കിലല്ലേ പറ്റൂ. അറിയാനുള്ള എല്ലാത്തിനും ഒരു നിയമം വേണം. നിയമമില്ലാതെ നമുക്ക് ഒന്നിലും പോകാനൊക്കത്തില്ല. ഇതിന് നിയമങ്ങൾ എന്തിനാണെന്ന് പഠിച്ചു. പിന്നെ ഇതൊരു വലിയ ലോങ് റോപ്പുള്ള ഒരു ശാസ്ത്രമാണ് ആസ്ട്രോളജി. ഇതൊരു പ്രോബബിലിറ്റി തിയറിയാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനം. ഇതിനകത്ത് പറ്റിയേക്കുന്ന ഒരു കുഴപ്പം, ഇപ്പോഴും നമ്മുടെ യൂട്യൂബിലൊക്കെ ഒരുപാട് പേര് വരുന്നില്ലേ, ഇതോ വ്യാഴം മാറാൻ പോകുന്നു, വലിയ വ്യത്യാസം വരുന്നു, അതൊക്കെ പലതും അസംബന്ധമാണ്. നിങ്ങളൊരു ഡിഷ് ഉണ്ടാക്കണമെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് ഇൻഗ്രീഡിയൻസ്. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായാൽ ഡിഷ് നന്നാകുമോ? പ്രപ്പോർഷൻ ഷുഡ് ബി കറക്റ്റ്. എന്താണ് യോഗം? യോഗം എന്ന് പറഞ്ഞാൽ പ്രപ്പോർഷൻ. ആചാര്യന്മാർ വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഹൊറോസ്കോപ്പിൽ എല്ലാ പ്ലാനറ്റ്സും അതിശക്തമായിട്ട് നിന്നാൽ ഫലം വരത്തില്ല.
ഗ്രഹാണാം സ്ഥിതിഭേദേന പുരുഷം യോജയന്തിക ഫലേ കർമ്മസമത്ഭൂതേ ഇത് യോഗങ്ങൾ ഭംഗിയായിട്ടിരിക്കണം. ഇത് ഏറ്റവും ഭംഗിയായിട്ട് ആദ്യം പറഞ്ഞിട്ടുള്ളത് ഇത് വേദവ്യാസം തന്നെ. യുദ്ധസമയത്ത് വേദവ്യാസൻ ധൃതരാഷ്ട്രോടെ ചോദിച്ചല്ലോ, നിങ്ങൾക്ക് കണ്ണ് ഞാൻ തരട്ടോ, നിനക്ക് യുദ്ധമെല്ലാം കാണാം. അപ്പോൾ അയാളെന്താ പറഞ്ഞത്? വേണ്ട, സഞ്ജയൻ പറഞ്ഞോളൂ. അപ്പോൾ സഞ്ജയനോട് ഓരോ നിമിഷവും ധൃതരാഷ്ട്രം ചോദിക്കും, എൻ്റെ മക്കളാണോ ജയിക്കുന്നത്, പാണ്ഡുവിൻ്റെ മക്കളാണോ ജയിക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. ഏറ്റവും ലാസ്റ്റിൽ ചോദ്യത്തിന് ഒരു നല്ല മറുപടിയാണ് സഞ്ജയൻ കൊടുത്തത്. എന്താണ്? എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർത്തര തത്ര ശ്രീ വിജയോ ഭൂതൃ ധ്രുവോ നീർന്ന. അദ്ദേഹം പറഞ്ഞത്, യോഗങ്ങളുടെ ഈശ്വരനായ ശ്രീകൃഷ്ണൻ എവിടെ ഉണ്ടോ, ആയുധധാരിയായ പാർത്ഥൻ എവിടെ ഉണ്ടോ അവിടെ വിജയം. അതിൻ്റെ അർത്ഥം, നിങ്ങൾ ആയുധം എത്ര ഭംഗിയായിട്ട് എടുക്കാൻ കഴിഞ്ഞാലും, നിങ്ങൾ എത്ര കഴിവുള്ള ആളായാലും, എത്ര കർമ്മനിരതനായാലും, നിങ്ങൾക്കൊരു യോഗവും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ഫലം കൂടുതലുണ്ട്. ആ യോഗമാണ് ഇത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം നിങ്ങളുടെ കർമ്മം വളരെ ഭംഗിയായിട്ട് ചെയ്യേണ്ടത് ഇറ്റ് ഈസ് ഇൻ യുവർ കൺട്രോൾ. നിങ്ങളുടെ യോഗവും കൂടെ വന്നെങ്കിലേ നിങ്ങളുടെ എഫിഷ്യൻസി മാക്സിമം വരുത്തും. അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ അസ്ട്രോളജി, ഞാൻ ഇതിലേക്ക് പോകാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകം. ഇതിനകത്ത് ഏതെല്ലാം പ്ലാനറ്റ്സാണ്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഡെപ്തിൽ നമ്മൾ ചിന്തിക്കുക. ഇതിന് അസാധാരണ ഡയമെൻഷനാണുള്ളത്. വെസ്റ്റേൺ സ്റ്റൈലുകാർക്കും മോഡേൺ മെഡിസിനും ഒക്കെ കണ്ടുപിടിക്കുന്നത് ഹൗ തിങ്സ് ആർ ഹാപ്പനിങ്, വൈ എന്നുള്ളതിൻ്റെ ചോദ്യമില്ല. അപ്പോൾ ഈ തരം കാര്യങ്ങളിലേക്കുള്ള ഒരു ചുഴിഞ്ഞു നോട്ടത്തിൻ്റെ ഒരുപക്ഷെ ഭ്രാന്തായിരിക്കാം, അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതിലേക്കൊക്കെ എത്തിയത്. അസ്ട്രോളജിയിൽ കൂടി എല്ലാ പ്രോബ്ലത്തിനും സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ കൗൺസിലിങ്ങിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഒക്കെയാണ് ഇപ്പോൾ ഉപയോഗിക്കുക. ക്ഷേത്രത്തിലെ അഷ്ടമംഗല പ്രശ്നമൊക്കെ ധാരാളം ചെയ്യാൻ പോകാറ്. സാർ, സൈക്കോളജി ഞാൻ ക്ലിനിക്കൽ സൈക്കോളജി ചെയ്യുന്നുണ്ട്. ഓക്കെ. അതിൻ്റെ നമ്മൾ ക്ലിനിക്കൽ സൈക്കോളജിയുടെയും ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഫിസിക്കൽ സയൻസിനും ഫോർമുലയുണ്ട്, സോഷ്യൽ സയൻസിനും ഫോർമുലയുണ്ട്. എൻജിനീയറിങ്, ഫിസിക്സ്, കെമിസ്ട്രി ഇതെല്ലാം ഫിസിക്കൽ സയൻസ്. സോഷ്യൽ സയൻസാണ് നമ്മുടെ അസ്ട്രോളജി, പിന്നെ എക്കണോമിക്സ് എല്ലാം. ഫിസിക്കൽ സയൻസിൽ എല്ലാത്തിനും ഫോർമുലയുണ്ട്. ഹൈഡ്രജൻ കമ്പൈൻസ് ദ ഓക്സിജൻ ടു ഫോം വാട്ടർ. അതിനകത്തൊരു പ്രത്യേക അണ്ടർ ദി സെയിം കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വരുന്നു. അത് നിങ്ങൾ ചിരിച്ചുകൊണ്ട് ചെയ്താലും കരഞ്ഞുകൊണ്ട് ചെയ്താലും ഫിസിക്കൽ പാരാമീറ്റേഴ്സ് കറക്റ്റ് ആണെങ്കിൽ യു വിൽ ഗെറ്റ് ദി കറക്റ്റ് റിസൾട്ട്. നമ്മൾ പലരും വിചാരിച്ചിരിക്കുന്നത് സോഷ്യൽ സയൻസിന് ഫോർമുല ഇല്ലെന്നാണ്. ഫിസിക്കൽ സയൻസിന് പോലുള്ള ഫോർമുല സോഷ്യൽ സയൻസിനും ഉണ്ട്, എല്ലാത്തിനുണ്ട് ഫോർമുല. അതിനകത്ത് ചില ഇൻ്റർനാഷണൽ ആയിട്ടുള്ള നിയമങ്ങൾ പാലിച്ചാൽ എല്ലാം കിട്ടും. സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ, സാറ്റിസ്ഫാക്ഷൻ ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ്പെക്റ്റേഷൻ ആൻഡ് റിയലൈസേഷൻ. അപ്പം നമ്മുടെ പ്രതീക്ഷകളും സാക്ഷാത്കാരവും തമ്മിലുള്ള അന്തരമാണ് നമ്മുടെ ഡിസാറ്റിസ്ഫാക്ഷനും സാറ്റിസ്ഫാക്ഷനും. നിങ്ങൾ ഏതെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളത് കണ്ടെത്താനാണ് ഞങ്ങൾ ഈ അസ്ട്രോളജി ഉപയോഗിക്കുന്നത്. ഓക്കെ. അതിനാണ് യോഗങ്ങളെന്ന് പറഞ്ഞത്. അതാണ് ഭഗവാൻ യോഗങ്ങളെന്ന് പറഞ്ഞത്. നിൻ്റെ യോഗം ഇതാണ്. അദ്ദേഹം വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ടല്ലോ, ഇവിടുത്തെ സ്പെഷ്യലൈസേഷനെയും പറയുന്നുണ്ടല്ലോ. അനന്യ ചിന്തയന്തോ മാം ഏ ജനാഹ പരിഭാസതേ തേഷാം നിത്യാഭിയുക്താന യോഗക്ഷേമം വഹമികം എന്ന് പറഞ്ഞാൽ, മറ്റൊന്നിലും ഇടപെടാതെ നിനക്ക് പറ്റിയ ഏതോ ഒരു കർമ്മമുണ്ട്, ആ കർമ്മത്തിൽ നീ മനസ്സും ശരീരവും കൃത്യമായിട്ട് പങ്കെടുത്തുകൊണ്ട് പൊക്കോളാം. അതാണ് യോഗം. അതാണ് കരിയർ കൗൺസിലിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽ. നിങ്ങൾക്ക് എല്ലാം പഠിക്കാം, പക്ഷെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് സക്സസ്ഫുൾ ആവാൻ ഏതെങ്കിലും ഒന്നേ പറ്റൂ. എല്ലാം പറ്റുമെങ്കിലും ഏതെങ്കിലും ഒരെണ്ണം റിലേറ്റീവ്ലി ഇറ്റ് വിൽ ബി സുപ്പീരിയർ. അപ്പോൾ അത് കണ്ടുപിടിക്കാനാണ് നമുക്കിത് വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതിന് പ്ലാനറ്റ്സിനെ കൊണ്ട് ഉപയോഗിക്കാം, യോഗങ്ങൾ ഉപയോഗിക്കാം, പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ മുഴുവൻ നമുക്ക് ഉപയോഗിക്കാം. അതിലൊരു വ്യത്യാസമുണ്ട്. കാരണം ഇതൊരു സിമുലേഷണറി തിയറി. ഇപ്പോൾ നടുക്ക് സൂര്യൻ നിന്നുകൊണ്ട് ബാക്കി പ്ലാനറ്റ്സിനെ എല്ലാം അതാ കൺട്രോൾ ചെയ്യും. ഏതെങ്കിലും ഒരു പ്ലാനറ്റ് അയാൾക്ക് കൊടുത്തിട്ടുള്ള സ്ഥലമോ വേഗതയോ വല്ലതും മാറി ഡീവിയേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ സൂര്യൻ അതിനെ പിടിക്കുന്നുണ്ടെന്ന്. certain planets have got a character. At certain times it will be drifting away. ആ സമയത്ത് വക്രമായിട്ട് പിടിച്ചവിടെ നിർത്തും. അതിനാണ് വക്രം എന്ന് പറയും. ചിലത് വിൽ ബി ഗോയിങ് നിയർ. ആ സമയത്ത് അതിനെ മൗഢ്യം എന്ന് പറയും. ഇതെല്ലാം അതാ ചെയ്യുന്നത്. ഇതിനെ നമ്മൾ സിമുലേറ്റ് ചെയ്യുക വെസ്റ്റേൺ സ്റ്റൈലിൽ. അപ്പോൾ അവരുടെ കൾച്ചർ എന്ന് പറയുന്നത്, അവരുടെ അസ്ട്രോളജിക്കൽ പാരാമീറ്ററിൽ അവർ ഏറ്റവും ഉപയോഗിക്കുന്ന സണ്ണിനെയാണ്.
ദണ്ഡനാഥോ കുജാർഗോസ് ആണ് ലോജിക്കിൻ്റെ ആൾ. ദർ ഇസ് നോ, സൂര്യന് യാതൊരു കാരണവശാലും മൃദുല വികാരങ്ങളില്ല. ഈ സയൻസിനെയും ഈ ആസ്ട്രോളജിയും തമ്മിൽ എങ്ങനെയാണ് ബന്ധിപ്പിക്കപ്പെടുന്നത്? ഈ ഇപ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ വളരെ ഭിന്നതയായിട്ട് വന്നേക്കുക, ചെറുപ്പക്കാർ തന്നെ വന്നേക്കുക. നമ്മളത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? അസ്ട്രോളജി എന്താ ഉപയോഗിക്കുന്നത്? അവിടെയാണല്ലോ നമ്മൾ പെരുമാറ്റം. അപ്പോൾ അസ്ട്രോളജി ഉപയോഗിക്കുമ്പോൾ ഞാനത് നോക്കുമ്പോൾ അവരുടെ പ്ലാനറ്ററി പൊസിഷൻ ഞാൻ നോക്കുമ്പോൾ നിനക്ക് ചില ചെറിയ പ്രത്യേകതകളുള്ള ഒരു ഹസ്ബൻഡാണ് വരാൻ സാധ്യത. ദാറ്റ് ഈസ് സ്യൂട്ടബിൾ. അതാണ് സാധ്യത. ഈ വന്നേക്കുന്നത് അല്പം വ്യത്യാസമുള്ളതാണ്. അതിലേത് പോയിന്റ് വരെ സൈക്കോളജിക്കലി യു ക്യാൻ അഡ്ജസ്റ്റ്. വേഗം ദേഷ്യപ്പെടുന്ന ഒരു ഭർത്താവാണ് അയാൾക്ക് വന്നേക്കുന്നത്. പക്ഷേ ഇവളുടെ റിക്വയർമെൻറ്റ് അവൾ എന്ത് ചെയ്താലും അധികം ദേഷ്യം വരാത്ത ഒരു ഭർത്താവാണ് വേണ്ടത്. ഇയാളിങ്ങനെ വന്നേക്കുന്നത്. അപ്പോൾ ദിസ് ഈസ് യുവർ ഫെയ്റ്റ്. നമ്മുടെ ഈസ്റ്റേൺ കൾച്ചറൽ കൺഫോമിറ്റി ആൻഡ് കംപ്ലയൻസ് എന്ന് പറയുന്ന ഒരു മാനേജ്മെൻറ്റ് ഫിലോസഫി പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. പടിഞ്ഞാറൻ രാജ്യക്കാരത് വിശ്വസിക്കുന്നില്ല. കൺഫോമിറ്റി ആൻഡ് കംപ്ലയൻസ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് രീതിയിൽ അച്ഛനെ ബഹുമാനിക്കുന്നു. പടിഞ്ഞാറൻ രാജ്യക്കാരന് അച്ഛനെ ഒന്നും ഒരുപാട് ബഹുമാനമൊന്നുമില്ല. അപ്പോൾ സ്കൂളിലൊക്കെ പോയി കഴിയുമ്പോൾ അധ്യാപകൻ തെറ്റായിട്ട് പറഞ്ഞാലും ഒരുപാട് ആർഗ്യൂ ചെയ്യാൻ നമ്മുടെ മക്കൾ പോയാൽ നമ്മളെന്താ പറയുന്നത്? എന്നാലും നിൻ്റെ സാറല്ലേടാ. അതാണ് കൺഫോമിറ്റിയും നമ്മൾ അതിനകത്ത് ഒരുപാട് വിശ്വസിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇത് അവരെ ബോധ്യപ്പെടുത്തും. ദിസ് ഈസ് വാട്ട് ഈസ് യുവർ ഫെയ്റ്റ്. യു ആർ സപ്പോസ് ടു ഗെറ്റ് സച്ച് എ ഹസ്ബൻഡ്. അത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഞാൻ രണ്ടുപേരെയും വിളിച്ച് പറയും. അഡ്ജസ്റ്റ് ചെയ്യാവുന്ന പോയിൻ്റ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോയി കഴിയുമ്പോൾ ഒരു 90% കേസും അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഞാൻ അങ്ങനെ ഉപയോഗിക്കാനേ ഇത് ഉപയോഗിക്കുന്നുള്ളൂ. മറ്റേ ക്ലിനിക്കൽ പാറ്റേണിലാണെങ്കിൽ പിന്നെ ഏത് ഡിസീസും ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സൈക്കോളജിക്കലായിട്ട്. ഡിസീസ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ വെൻ യു ആർ നോട്ട് അറ്റ് ഈസ് യു ആർ ഡിസീസ്ഡ്. അതിൻ്റെ നിയമം എനർജി കംസ് ഫ്രം ഫീലിങ്സ്. അൺഡിസ്പേഴ്സ്ഡ് എനർജി എന്ന് പറയുന്നതാണ് ഡിസീസ്. ആദ്യം ഈ അൺഡിസ്പേഴ്സ്ഡ് എനർജി ഇറ്റ് വിൽ ബി ഗെറ്റിംഗ് അക്യുമുലേറ്റഡ് ഇൻ ദി മോസ്റ്റ് വീക്ക് പാർട്ട് ഓഫ് യുവർ ബോഡി. അതുകൊണ്ടാണ് പഴയ കാലത്ത് ടൗണിൽ നിന്നോ കല്യാണം കഴിച്ച് നാട്ടിൻപുറത്ത് വരുന്ന പെൺകുട്ടികൾക്ക് ആദ്യം തലവേദനയാണ് വരുന്നത്. കാരണം സിറ്റുവേഷനുമായിട്ട് അവർക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് അക്യുമുലേറ്റ് ചെയ്തിട്ട് അത് ക്ലിനിക്കലായിട്ട് മാറും. സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് എല്ലാം ക്ലിനിക്കലായിട്ട് മാറിക്കഴിയുമ്പോഴാണ് ഇവർ നമ്മളെ തേടി വരുന്നത്. ക്ലിനിക്കലായി കഴിഞ്ഞാൽ യു ഹാവ് ടു ഹാവ് മെഡിസിൻസ്. അതിനും ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇതിൻ്റെ ഡേറ്റ അനലൈസ് ചെയ്യുമ്പോൾ അറിയാം വെദർ ഹി ഹാസ് ടു ബി റെഫേർഡ് ടു എ ഡോക്ടർ ഓർ യു ഹാവ് ടു ഡു. ക്ലിനിക്കലായി കഴിഞ്ഞാൽ അത് റെഡിയാക്കിയിട്ട് വേണം നമ്മൾ ഇടപെടാൻ. അപ്പം ക്ലിനിക്കൽ കണ്ടീഷൻ ഉള്ള ഒരു വ്യക്തിയെ നമ്മൾ അതിന് അസ്ട്രോളജി ഉപയോഗിക്കാം. യൂസ് ചെയ്യും. തുടക്കത്തിൽ അസ്ട്രോളജി വന്നാൽ ക്ലിനിക്കൽ കണ്ടീഷനിൽ നമ്മൾ ഓഗ്മെൻറ്റ് ചെയ്യത്തേ ഉള്ളൂ. ഇപ്പോൾ ക്ലിനിക്കലായിട്ട് വന്ന് ഇപ്പോൾ ഒരാൾ തൈറോയിഡിന് ഒരു പ്ലാനറ്റൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് ഇന്നത കാരണം നമ്മളത് കണ്ടു. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ അത് ഒരു ലെവലിന് മുകളിൽ അതിന് പറഞ്ഞ ആരൂഢേ പ്രബലേ വദന്തി സുധിയോ രോഗോത്ഭവം ബാധയോ പ്രാക് ലഗ്നേ പ്രബലേത താമയഗണ ത്രിദോഷോത്ഭവം. ഏതാണെന്ന് ഭംഗിയായിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഈ ആളിനെ വിഷക്കുറിൻ്റെ അടുത്താണ് വിടുണ്ടെങ്കിൽ അപ്പോഴേ അയാളെ പോയി വിട്ടേക്ക്. അത് ഭംഗിയാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാം. എല്ലാത്തിനും ദൈവാനുഗ്രഹം വേണമല്ലോ ചെയ്യാന്നുള്ളത്. അത് വെച്ചാണ് ഞാനിത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നത്. ആവശ്യമില്ലാത്ത നമ്മളുടെ ഇടപെടൽ. അതൊരു ഇൻ്റർനാഷണൽ ലോ ആണെങ്കിൽ, ഇത് ഭൂമിയെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു സാധനമാണ് ഈ ആസ്ട്രോളജി എങ്കിൽ, അത് എങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? അതിന് ഈ ആസ്ട്രോളജി എവിടെ നിന്നാണ് വന്നത്, എങ്ങനെയാണിത് വന്നത്, ആരാണ് ഇതിന് തുടക്കം കുറിച്ചത്, ഇതിൻ്റെ ചരിത്രം എന്താ? അതിൻ്റെ ചരിത്രം നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ടത് ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോളജി രണ്ടും തമ്മിൽ നമ്മളുള്ള വേരിയേഷൻ അറിയണം. അസ്ട്രോണമി എന്ന് പറഞ്ഞാൽ ഫിസിക്സിൻ്റെ ഒരു ബ്രാഞ്ചായിട്ടുള്ള സയൻസ് മാത്രം. അത് നിയതമായ നിയമങ്ങളുണ്ട്. സൂര്യന് ചുറ്റും ബാക്കിയുള്ളതെല്ലാം സഞ്ചരിക്കും. അസ്ട്രോളജി എന്ന് നമ്മൾ പറയുമ്പോൾ ഇതിനെ എങ്ങനെ പ്രപഞ്ചത്തിലെ ഹ്യൂമൻ ലൈഫിലും ബാക്കിയുള്ളതിലും നമുക്ക് എങ്ങനെ സിമുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് അസ്ട്രോളജി. ഇതിൻ്റെ തുടക്കം വന്ന് ആദ്യ മനുഷ്യൻ വന്നു കഴിയുന്ന സമയത്ത് അവൻ ഒരു ദിവസം അവിടെ ഇരുന്ന സമയത്ത് ഈ സൂര്യൻ ഭംഗിയായിട്ട് പ്രകാശിക്കുന്നു. സൂര്യൻ അവനറിയാൻ വയ്യ, വെളിച്ചം വരുന്നു, കുറേ കഴിഞ്ഞ് ഇരുട്ടാകുന്നു, അവനാകെ വിഷമിച്ച് കാണും, പിറ്റേന്ന് വീണ്ടും വരുന്നു. ഈ തരത്തിലുള്ള ചേഞ്ചസ് വന്നപ്പോൾ അതിനകത്തുനിന്ന് ബാക്കിയുള്ള പഴയ ആളുകളുടെ അനാലിസിസിൽ നിന്നാണ് ഇത് ആദ്യമായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെലുത്തുന്ന ഏതൊക്കെ പ്ലാനറ്റ്സാണ് അവർ പഴയ കാലത്ത് അതെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരിടത്ത് കിടന്ന് ആകാശത്ത് അവരുടെ രീതിയിലുള്ള ചില ടൂൾസൊക്കെ വെച്ചാണ് അവർ ഈ പ്ലാനറ്റ്സിനെയും ഈ സ്റ്റാഴ്സിനെയും എല്ലാം ഐഡൻറ്റിഫൈ ചെയ്തത്.
അത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവർ ഇപ്പോൾ തിരുവാതിര ഞാറ്റുവേല അവരിങ്ങനെ സൈക്ലിക്കായിട്ട് കൃഷി ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് പ്രത്യേക സമയത്ത് വരുമ്പോഴാണ് മഴ പെയ്യുന്നത്. അപ്പോൾ അവർ ഈ 27 സ്റ്റാറുകളെയെല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് അതുമായിട്ടുള്ള കോമ്പിനേഷൻസ് എല്ലാം നോക്കി അത് നമ്മുടെ എല്ലാം പെരുമാറ്റവും ഫെയ്റ്റുമായിട്ട് കമ്പയർ ചെയ്ത് ഒരു വലിയ എവല്യൂഷനായിരുന്നു. പക്ഷേ അപ്പോഴും അസ്ട്രോണമിക്കകത്ത് യാതൊരു മാറ്റവും ഇല്ലാതെ നിലനിൽക്കുന്നു. അസ്ട്രോളജി ഇതിൻ്റെ പ്രഡിക്ഷനും ബാക്കിയുള്ള കാര്യങ്ങളാവുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ കണ്ണിന് കേട് വരുന്നില്ലേ, അവർ വലിയ നമ്മളെക്കാൾ വലിയ ഒബ്സർവേഴ്സായിരുന്നു. അങ്ങനെയുള്ള ഒബ്സർവേഷനിൽ കൂടിയാണ് ഇത് പതുക്കെ ഡെവലപ്പ് ചെയ്തത്. വെസ്റ്റേൺ സ്റ്റൈലിൽ വന്നപ്പോഴത്തേക്ക് അവർ ലോജിക്കല്ല കൂടുതൽ, അവർ സൂര്യനാ പ്രാധാന്യം കൊടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ജാതക ഫലമൊക്കെ എഴുതുമ്പോഴെങ്ങനെ വെസ്റ്റേൺ സ്റ്റൈലിലുള്ള എഴുതുന്ന ഡേറ്റ് വെച്ചല്ലേ എഴുതുന്നത്. നമ്മളെങ്ങനെ എഴുതുന്നത്? നമ്മൾ കൂറെന്നാണ് പറയുന്നത്, അശ്വതി ഭരണി കാർത്തികമാണ്, അത് മൂണാണ്, മറ്റേ സണ്ണാണ് വരുന്നത്. അത് അവരുടെ പെരുമാറ്റത്തിലും ബാക്കിയുള്ളതിലും എല്ലാത്തിലും വരും. അപ്പോൾ ഈ പ്ലാനറ്റ്സ് എല്ലാം ഓരോ രീതിയിലല്ലേ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഭൂമി അതിൻ്റെ ദിനചലനം വെച്ച് ഓരോ തവണയും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, ഒരിക്കലും നിൽക്കുന്നില്ല. നമ്മളൊരു കപ്പലിൻ്റെ നടുക്കടൽ മുകളിൽ ചെന്ന് നിന്ന് ചുറ്റും നോക്കിയാൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ചുറ്റും ഒരു സെലസ്റ്റിയൽ സ്പിയർ എന്ന് പറയുന്ന ഒരു വൃത്തം കാണും. ഭൂമിയുടെ താഴെയുണ്ട്, അതിൻ്റെ തുടക്കവും ഒടുക്കവും ഒന്നും നമുക്കറിയാൻ പാടില്ല. ദാറ്റ് ഈസ് കാൾഡ് സെലസ്റ്റിയൽ സ്പിയർ. അതിൻ്റെ നടുക്കാണ് സൂര്യൻ നിൽക്കുന്നത്. അതിനെ ബാക്കി പ്ലാനറ്റ്സ് എല്ലാം പോകും. അപ്പോൾ ഓരോ നിമിഷവും ഓരോന്നും മാറിക്കൊണ്ടിരിക്കും. ഈ പ്ലാനറ്റ്സിൻ്റെ കോമ്പിനേഷൻ അല്ലാതെ മറ്റൊന്നും ഈ വ്യക്തിയിൽ സ്വാധീനം ചെലുത്താൻ ഇല്ല എന്നുള്ള അറിവ് മാത്രമാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഇനി മറ്റൊരറിവ് മാറും. പിന്നെ രണ്ടാമതൊരു കാര്യം, എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ആ ഒറ്റ നിയമം മതി. ഫോർ എവരി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എനർജി കംസ് ഫ്രം ഫീലിങ്സ്. ഈ 3 തിയറി മാത്രം മതി. അതുകൊണ്ടാണ് നിങ്ങളൊരു മകനെയും അച്ഛനെയും തമ്മിൽ സാധാരണഗതിയിൽ കണ്ടാൽ സിമിലാരിറ്റി തോന്നത്തില്ലേ? നമുക്ക് ചിലപ്പോൾ തോന്നില്ലേ ഇവനെ കണ്ടിട്ടില്ല, മറ്റേ അയാളുടെ മോനെ പോലെ ഇരിക്കുന്നുണ്ട്. ഹാബിറ്റും ബാക്കിയുള്ളതും മുഴുവൻ മാറിയാലും ചില ചേഷ്ടകളും ബാക്കിയുള്ളതെല്ലാം ഈ അച്ഛനും മകനും ഒക്കെ ഒരുപോലെ വരും. അപ്പോൾ അതിന് നമ്മൾ ഫെയ്റ്റും ബാക്കി മേജർ ഹാബിറ്റും എല്ലാം നമ്മൾ തീരുമാനിക്കുന്ന ലഗ്നം കൊണ്ടാണ്, മൂൺ കൊണ്ടാണ് ഹെറിഡിറ്ററി ആയിട്ടുള്ള തീരുമാനിക്കുന്നത്. അങ്ങനെ അസ്ട്രോളജിയിലെ ഓരോ പാരാമീറ്റേഴ്സ് കൊണ്ട് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് ആചാര്യന്മാർ എക്സ്പെരിമെൻ്റ് കൊണ്ടും ബാക്കിയുള്ളതും കണ്ട് ദേ ഹാവ് ഡിവൈസ്ഡ് തരുന്ന എംപെരിക്കൽ ഫോർമുലയാണ്. സൂര്യനെ കൊണ്ട് ഇന്നതാ പറയേണ്ടത്, ചന്ദ്രനെ കൊണ്ട് ഇന്നതാ പറയേണ്ടത്. അങ്ങനെ ഡെവലപ്പ് ചെയ്താണ് ഈ ശാസ്ത്രം. അതാണ് ഞാൻ പ്രോബിലിറ്റി തിയറി എന്ന് പറയുന്നത്. ഇതൊന്നും 100% വിശ്വസിച്ചുകൊണ്ട് യു കനോട്ട് മൂവ്. ഇതൊരു സാധ്യതകളുടെ ശാസ്ത്രം. ആ സാധ്യതകളുടെ ശാസ്ത്രത്തെ അബ്സല്യൂട്ട് സയൻസായിട്ട് കണക്കാക്കുമ്പോൾ പറ്റുന്ന അപജയമാണ് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരാളുടെ സാധ്യതയേ ഉള്ളൂ എന്ന് പറയും. നമ്മൾ ഒരുത്തനോട് ഈ ഇലക്ഷൻ ജയിക്കാൻ സാധ്യതയുണ്ട്, നീ ഇതാ ജയിച്ച് മന്ത്രിയായിരിക്കുന്നു എന്ന് ഉറപ്പിച്ച് പറഞ്ഞാൽ മറ്റേതുമായിട്ടുള്ള വ്യത്യാസം വരും. അപ്പോൾ പ്രോബിലിറ്റിക്ക് അകത്തുള്ള ഒരു പ്രോബിലിറ്റി അവർ പീപ്പിൾ ഷുഡ് ബി ഏബിൾ ടു അബ്സോൾവ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. അങ്ങനെ വരുമ്പോൾ ഒരു നിരാശയും വരത്തില്ല. അപ്പോൾ ഇങ്ങനെ വന്നൊന്ന് എവല്യൂഷനാണ്. ഇതിനകത്ത് ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നത് വരാഹമിഹിരൻ എന്ന് പറഞ്ഞൊരു അദ്ദേഹമാണ് ഇത് കൂടുതലും കോഡിഫൈ ചെയ്ത്. പിന്നെ പരാശരനുണ്ട്, ഒരുപാടുണ്ട്, ഗ്രീക്കുകാരുണ്ട്, മുസ്ലിം യമനന്മാരുണ്ട്, അവരെല്ലാം ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ന കുംഭലഗ്നം സുമാഹ സത്യോ ന ഭാഗഭേദാത് യവനാവദന്തി എന്നാണ്. എൻ്റെ ഒരു വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം പള്ളിയിലോ ക്രിസ്ത്യൻ പള്ളിയിലോ പോയി അഷ്ടമംഗല പ്രശ്നം വെക്കണമെന്നാണ്. ഞാൻ സത്യം നിങ്ങളുടെ പറഞ്ഞത് എൻ്റെ ഒരു സ്വപ്നം അല്ല. ഞാനിതുകൊണ്ട് ജീവിക്കാൻ വേണ്ടി മാത്രമല്ല, എല്ലാം കറക്റ്റാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങൾ അമ്പലത്തിൽ പോയി പ്രശ്നം വെക്കുന്ന പറഞ്ഞേ നമ്മൾ തിരുമേനിയെ പറയുന്നത് 10ാം ഭാവം കൊണ്ടാണ്. പള്ളിയിൽ പോയി പ്രശ്നം വെച്ചു കഴിഞ്ഞാൽ അച്ഛനെ 10ാം ഭാവം കൊണ്ടാണ് പറയണ്ടേ. ഈ തരത്തിൽ പറയാനും ഒരു വലിയ ക്യാൻവാസിൽ ഇതിനെ ചർച്ച ചെയ്യാൻ വേണ്ടി ശാസ്ത്രജ്ഞന്മാരും തയ്യാറാവുന്നില്ല, മതപണ്ഡിതന്മാരും തയ്യാറാവുന്നില്ല. അവർക്കെല്ലാം അവരുടെ സെക്ടേറിയൻ ആറ്റിറ്റ്യൂഡാണ്. അല്ലാതെ കല്യാണത്തിന് വേണ്ടി ജാതകപ്പൊരുത്തം നോക്കാൻ ആരും പറഞ്ഞിട്ടില്ല. ശുദ്ധ അസംബന്ധമാണ്. ഈ ശാസ്ത്രം ഉണ്ടാക്കിയേക്കുന്നത് കല്യാണത്തിന് വേണ്ടി ജാതകം നോക്കാനല്ല. വരാഹമിഹിരാചാര്യൻ പറഞ്ഞേക്കുന്നത് സ്ത്രീജാതക വിശേഷം എന്ന് പറഞ്ഞ് ഒരു ചാപ്റ്റർ എഴുതിയിട്ടുണ്ട്. സ്ത്രീകളുടെ ജാതകം, പുരുഷൻ്റെ ഭാര്യാമരണ യോഗങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ വേഗം മരിക്കുന്ന ഭാര്യ യോഗമുള്ള
പുരുഷൻ അങ്ങനെ ഭരിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിക്കാൻ അങ്ങനെ എങ്ങും പറയുന്നില്ല. അത് നമ്മുടെ പ്രോബബിലിറ്റി തിയറിയാണ്. പക്ഷേ ഇപ്പോൾ ആളുകളെല്ലാം അതിനെ ഉപയോഗിക്കുന്നത്. എൻ്റെ കണക്കിൽ ഈ അസ്ട്രോളജേഴ്സാണ്, പറയാൻ കൊള്ളത്തില്ല, ഞാനതിൻ്റെ സംഘടനയുടെ ഒരാളൊക്കെ ആണെങ്കിലും അവരാണ് സൈക്കോസൊമാറ്റിക് ഡിസോർഡർ കോൺട്രിബ്യൂട്ട് ചെയ്യിക്കുന്നതിൽ ഒരു നല്ല പങ്ക് വഹിക്കുന്നവർ. പാരാസൈക്കോളജി കൂടെ പഠിച്ചെങ്കിൽ ഇത് അറിയാൻ പറ്റും. യാദൃശി ഭാവന യസ്യ സൃഷ്ടിൽ ഭവതി താദൃശി. നിങ്ങൾ എന്താണോ ഭാവനയിൽ കാണുന്നത് അത് തന്നെ സംഭവിച്ചിരിക്കും. ഇപ്പോഴും ഹ്യൂമൻ ബ്രെയിനിൻ്റെ നിഗൂഢതകളൊന്നും നമുക്കാർക്കും അറിയാൻ വയ്യ. നമ്മുടെ ജീവാത്മാവ് പരമാത്മാവ് എന്നെല്ലാം പറയുന്നത് ഇറ്റ് ഈസ് പ്യുവർലി സയൻറ്റിഫിക്. ഈ പ്രപഞ്ചത്തിൽ ഒരു കാര്യവും ഉണ്ടാവത്തില്ല സൂര്യൻ അറിയാതെ. വിത്തുകൾ അമ്മയുടെ ഉദരത്തിൽ മുളപ്പിച്ച് ശരിയാക്കി പൊക്കിൾക്കൊടിയിൽ കൂടി ഭക്ഷണമൊക്കെ കൊടുത്ത് വെൻ ഇറ്റ് ഈസ് കമ്മിങ് ഔട്ട് സൺ വിൽ കം. അദ്ദേഹത്തിനെയാണ് പരമാത്മാവ്, ഇത് ജീവാത്മാവ്, രണ്ടും കൂടെ കൂടിയാണ് ഒരുമിച്ച് ആളെ വളർത്തുന്നത്. ഇനി അതിൻ്റെ പവർ വളരെ പ്രധാനമാണ്, ഇതിൻ്റെ പവറും പ്രധാനമാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ പവർ വെച്ചാണ് ആളുകളെ നോക്കുന്നത്. അതൊരു യോഗമാണ്. സൂര്യൻ എങ്ങനെയാണ് നിൽക്കുന്നത് ഒരുത്തൻ ജനിച്ചപ്പോൾ, ചന്ദ്രൻ എങ്ങനെയാണ് നിൽക്കുന്നത്, അതൊക്കെ അവർ പറഞ്ഞു. പക്ഷേ ഇത് അറിയാൻ വേണ്ടിയും കൂടി പഠിക്കാൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ ക്രക്സ് മനസ്സിലാകൂ. കട തുടങ്ങാൻ വേണ്ടി പഠിച്ചാൽ കാര്യങ്ങൾ പഠിക്കത്തില്ല. ഞാൻ ഒരുപാട് ബാച്ചിനെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. 6 മാസം കഴിയുമ്പോഴത്തേക്ക് അവരവരുടെ കട തുറന്ന് അവിടെ ചെല്ലുമ്പോൾ റോറിങ് പ്രാക്ടീസൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡെപ്തിലേക്ക് ആരും പോകുന്നില്ല. ക്ലിനിക്കൽ പാരാമീറ്റേഴ്സ്, പതോളജിക്കൽ പാരാമീറ്റേഴ്സ് ഒരുപോലെ വരുന്ന പേഷ്യൻസിന് ഒരേ കോമ്പിനേഷൻ ഓഫ് മെഡിസിൻ കൊടുത്താൽ ഒരേ റിസൾട്ട് അല്ലല്ലോ, അവരെന്നെ പറയുന്നുണ്ട് വൈ. അപ്പോൾ അതിനൊക്കെ ഒരു അന്വേഷണത്വരയോടുകൂടി ഇത് എല്ലായിടും ഉപയോഗിക്കാം. ആവശ്യമില്ലാത്തതിന് പോകാതിരുന്നാൽ മതി. പിന്നെ മനുഷ്യൻ നിസ്സഹായനല്ലയോ സാറേ, അവനെല്ലാം ഇൻക്വിസിറ്റീവ്നെസ് ഇല്ലേ, അതിനെ അല്ലയോ നമ്മുടെ അസ്ട്രോളജേഴ്സ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ചൂഷണം ചെയ്യുന്നത് പിന്നെ ചൂഷണം, ഇത് കോസ് ആൻഡ് റീസൺ. നമുക്ക് എപ്പോഴാണ് സാറ്റിസ്ഫാക്ഷൻ വരുന്നത്? എനിക്കിത് സംഭവിക്കാൻ ഇന്നതാ കാരണമെന്ന് പൂർണ്ണമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു 90% ആൾക്കാരും പിന്നെ അൺഹാപ്പിനെസ് വരത്തില്ല. ശരിയല്ലേ? എല്ലാ അൺഹാപ്പിനെസ്സിൻ്റെ കാര്യം ഇത്, ഞാനെന്താ ഇങ്ങനെ ആയിപ്പോയി, നീ ഇങ്ങനെ ആവാൻ ഇതാണ് കാരണം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഞാൻ ഈ നോക്കിയിട്ടുള്ള രോഗങ്ങളെല്ലാം ഹെറിഡിറ്ററിയാണ്, എല്ലാം ആവർത്തിക്കത്തേ ഉള്ളൂ. ലോഹിദാസിൻ്റെ ഭൂതക്കണ്ണാടി പറഞ്ഞ പോലെ തന്നെ ഉള്ളൂ. ചില കുടുംബങ്ങളിൽ ഓരോ തലമുറയിലും ഓരോ ഭ്രാന്തം കണ്ടില്ലേ? എല്ലായിടും ഉള്ളതോ. പക്ഷേ ടൈമിൻ്റെ ഈ ഡയമെൻഷൻ നമ്മുടെ കൺസെപ്റ്റിനേക്കാൾ കൂടുതലാണ്. അടുത്ത തലമുറ വരണമെന്നില്ല, അതിനു മുമ്പ് വന്നതാണ്. നമ്മളീ കാണുന്ന പ്രോബ്ലംസ് എല്ലാം നമുക്ക് വളരെ വിശദമായിട്ട് അനലൈസ് ചെയ്താൽ അതിൻ്റെ പൂർവികമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം കാണും. ഒരു കുടുംബക്കാരനും ചെയ്തിട്ടുള്ള ദോഷങ്ങളുടെ എല്ലാം ഫലം അടുത്ത കുടുംബക്കാരനാണ് പലപ്പോഴും അനുഭവിക്കുന്നത്. അത് ഈ നിയമമാണ്. ഫോർ എവരി ആക്ഷൻ ദെയർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് ഈ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ അനാവശ്യമായിട്ട് ആളുകൾക്ക് പ്രതീക്ഷ കൊടുത്ത് അവനെ കൊണ്ട് ഒക്കാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്താൽ നടക്കുമെന്നൊക്കെ പറയുന്നവരാണ് ഇതിനെ മിസ്യൂസ് ചെയ്ത്. ചില ജാതകം കണ്ടാൽ തന്നെ അറിയാം യോഗമുണ്ട്, ഇവൾക്ക് എന്തായാലും ശരി തന്നെ പുനർവിവാഹമൊക്കെ വരും, ചിലർക്ക് കുഞ്ഞുങ്ങൾ വരാൻ സാധ്യത കുറവാണ്. അതെല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. നമ്മുടെ പഴയ കാലത്തെ അമ്മമാരൊക്കെ പറഞ്ഞിട്ടില്ലേ, ഈ പെണ്ണിൻ്റെ അടുത്തൂടെ ഒരു ചെറുക്കൻ പോയാൽ കൊച്ചുണ്ടാവും, ചുമ്മാ പറയുന്നത്. എൻ്റെ കാരണം അവരുടെ ഫെർട്ടിലിറ്റി റേറ്റ് വളരെ കൂടുതലായിരിക്കും, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്ത് പറ്റും? ഫെർട്ടിലിറ്റി, ഞാൻ എത്രയോ ഇൻഫെർട്ടിലിറ്റി അങ്ങനെ സോൾവ് ചെയ്തിട്ടുണ്ട്. ചില ആൾക്കാർക്ക് ഫെർട്ടിലിറ്റി കുറവായിരിക്കും. പെൺകുട്ടികൾക്കെല്ലാം ഒരു തമ്പ് റൂളുണ്ട്, ഇത്ര മുതൽ ഇത്ര വരെ ഫെർട്ടിലിറ്റിയാണ്, അറിയാമല്ലോ. അപ്പോൾ അത് അവർ ആ ദിവസം അവരങ്ങ് മറന്നു പോകും. അതിനകത്ത് 2 ദിവസമേ കിട്ടും. അതുകൊണ്ടാണ് ചിലടത്ത് നമ്മൾ കാണുന്നത് ഭാര്യയ്ക്ക് പുറത്ത് ഒരു കുഴപ്പമില്ല, പക്ഷേ കുട്ടികളുണ്ടാവുന്നു. ഇതൊക്കെ വരെ നമ്മൾ അഡ്വൈസ് ചെയ്ത് പ്രോപ്പറാക്കി എത്രയോ കേസ് നടന്നിട്ടുണ്ട്. പിന്നെ ഇത് വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാവുന്ന ഈ ഹോറോസ്കോപ്പിൽ തന്നെ അറിയാം. ഓരോ രതി എന്ന് പറയുന്നതിന് അസാധാരണമായ പ്രാധാന്യമാണ് അസ്ട്രോളജിയിൽ. ഇറ്റ് ഈസ് എ ഹോളി പ്രോസസ്. ഓരോ ആളുകളും അങ്ങനെ ആയിരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അത് ഇതുമായിട്ടെല്ലാം കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഒരു കാര്യം. അതെല്ലാം നമുക്ക് ഇതിനകത്തോടെ കണ്ടുപിടിയാറില്ല നമ്മളുടെ ഒന്ന് പറയും. അപ്പോൾ ഈ പേരൻസും പിന്നെ അതേപോലെ വരുന്ന വിക്ടിംസും എല്ലാം പറയുന്ന കാര്യങ്ങളിൽ നിന്നും അവർ പറയാത്ത കാര്യങ്ങൾ കൂടി ഇൻഫർ ചെയ്ത് ഉപയോഗിക്കാൻ എനിക്കിതാ ഉപയോഗിക്കാൻ പറ്റും.
ഞാൻ ക്ലിനിക്കൽ സൈക്കോളജി പ്രാക്ടീസ് ചെയ്യുമ്പോൾ രണ്ടുപേരും എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം അത് മാത്രമല്ല എനിക്ക് വിശ്വസിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ കുറേ ക്ലിനിക്കൽ പാരാമീറ്റേഴ്സ്, അതല്ലാതെ അതിനപ്പുറമുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ ഈ അസ്ട്രോളജി ഞാൻ ഉപയോഗിക്കുന്നു. ഈ ഇരിക്കുന്ന രണ്ട് കക്ഷികൾ പറയുന്ന എല്ലാം ഒന്നുമല്ല ശരി, അതിനേക്കാൾ വലിയ ശരിയുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അത് ഏറ്റെടുത്ത് വരുന്ന ഏറ്റവും കൂടുതൽ സംശയരോഗങ്ങളാണ് വരുന്നുണ്ട്. ചില ആൾക്കാർക്ക് ചില പ്രത്യേകതകൾ ശാരീരികമായിട്ടുണ്ട്, അത് കൂടെ താമസിക്കുന്നവർ മനസ്സിലാവണ്ടേ. ചിലരാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യും, ചിലർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഇതെല്ലാം പറയേണ്ട രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ 90% കേസുകളും ശരിയാവും. അതേപോലെ ചിലതിന് അവൻ IIT വിട്ടെങ്കിലേ ഒക്കൂ അച്ഛനെ, സാറേ എന്തായാലും അവൻ IIT പോകാൻ സാധ്യത കുറവാണെന്ന് അങ്ങനെ ബോധ്യമായി കഴിയുമ്പോൾ ഈസ് ഹാപ്പി, ദി ബോയ് ഈസ് ഹാപ്പി, അവന് ചെയ്യേണ്ട കാര്യത്തിൽ ഹാപ്പിയാണ്. അങ്ങനെയുള്ള വേണ്ട സ്ഥലങ്ങളിൽ മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. ഇഷ്ടമുള്ള കല്യാണം തടയാൻ, ആളുകളുടെ ഇൻട്രസ്റ്റ് സപ്രസ് ചെയ്യാൻ, ശത്രുക്കളാരാണെന്ന് പറയാൻ, ഇതിനൊന്നും ഇത് ഉപയോഗിക്കാൻ പാടില്ല. നമ്മളാരും അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. പല അസ്ട്രോളജേഴ്സിൻ്റെയും പല തന്ത്രിമാരുടെയും പല ജ്യോത്സ്യന്മാരുടെയും എല്ലാം അന്ത്യം നമ്മൾ ഉദ്ദേശിക്കുന്നോണം അത്ര ആകർഷകമായിരിക്കത്തില്ല. കാരണം പീപ്പിൾ ആർ ലിവിങ് ഇൻ ദി പ്രസൻറ്റ്. അവർ മറ്റുള്ളവരുടെ ബാക്കി കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ തയ്യാറാവത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാ കാര്യത്തിനും വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ശാസ്ത്രമാണ്. പക്ഷേ ലിമിറ്റ് ക്രോസ് ചെയ്യരുത്. അതേപോലെ ക്ഷേത്രസങ്കല്പങ്ങൾ വളരെ പ്രധാനമാണ്. ക്ഷേത്രസങ്കല്പങ്ങൾ, ഈ ഏകദൈവ സങ്കല്പവും വളരെ കറക്റ്റാണ് സെമിറ്റിക് മതങ്ങളുടെ. ഈ ഹിന്ദു ദൈവങ്ങളുടെ കാര്യം ശരിയാണ്. കാരണം നമ്മൾ ദേവന്മാരെ സൃഷ്ടിച്ചിരിക്കുന്നത് അത് ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടോ? അത് മാനേജ്മെൻറ്റിലൊരു സബ്ജക്റ്റാണ്. ഈഗോ സ്റ്റേറ്റ് എന്നാണ് പറയും. നമുക്കെല്ലാം ഓരോ സമയത്ത് ഓരോ ഈഗോ സ്റ്റേറ്റ് ഉണ്ട്. വെൻ യു ആർ ഡീലിംഗ് വിത്ത് യുവർ ചൈൽഡ്, അപ്പോൾ യു യുവർ സെൽഫ് ട്രാൻസ്ഫോം ടു എ ചൈൽഡ് ഈഗോ സ്റ്റേറ്റ്. വെൻ യു ആർ ഡീലിംഗ് വിത്ത് യുവർ വൈഫ്, വെൻ യു ആർ ലിവിങ് ലൈക്ക് എ പേരൻറ്റ്, വെൻ യു ആർ നോവി, അങ്ങനെ ഓരോന്നിനും ഓരോ ഈഗോ സ്റ്റേറ്റ് ഉണ്ട്. ഈ ഈഗോ സ്റ്റേറ്റുകൾക്കനുസരിച്ചാണ് നമ്മൾ ദേവസങ്കല്പങ്ങൾ മെനഞ്ഞേക്കുന്നത്. അതാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ എന്ന് പറഞ്ഞത്. ബ്രഹ്മാവ് ലേസസ് ഫയർ എന്ന് പറഞ്ഞാൽ സബോർഡിനേറ്റ്സ് എല്ലാം അങ്ങ് ചെയ്തോടെ ഞാൻ ഒന്നും ചെയ്യത്തില്ല. ശിവൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സങ്കല്പമുണ്ട്, അഗ്രസീവ് മാനേജ്മെൻറ്റ്. വിഷ്ണു എന്ന് പറയുന്ന അസർട്ടീവാണ്. ഇതിനകത്തു നിന്നാണ് നമ്മുടെ ബാക്കിയുള്ള എല്ലാം വന്നേക്കുന്നത്. ശിവൻ പാർവതി അങ്ങേർക്ക് റൊമാൻറ്റിക് ഭാവമുണ്ട്. അതേപോലെ ചൈൽഡ് ഈഗോ സ്റ്റേറ്റിലാണ് വിഷ്ണു. ശ്രീകൃഷ്ണസ്വാമി, ഗുരുവായൂരപ്പൻ. ഇലക്ഷൻ സമയത്ത് ഇവർ കാൻഡിഡേറ്റ്സ് ഏറ്റവും കൂടുതൽ പോകുന്ന എവിടെ? അവിടെ ഗുരുവായൂരാണ്. കാരണം ചൈൽഡ് ഈഗോ സ്റ്റേറ്റാണ്. എന്തെങ്കിലും മേടിച്ചു കൊടുത്താൽ ഉള്ളത് മേടിക്കും. ആരും മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പോകത്തില്ല, അത് ലാസ്റ്റിലാണ്. ഹി ഇവാലുവേറ്റ്സ് എവരിബഡി അറ്റ് ദി ലാസ്റ്റ്. അപ്പം നമ്മുടെ എല്ലാ ദേവസങ്കല്പങ്ങളും അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്രയും ദേവസങ്കല്പങ്ങൾ വന്നത്. സെമിറ്റിക് മതങ്ങളിൽ ഒരു ദൈവം മാത്രമേ ഉള്ളൂ. വേണ്ട തരത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിനെല്ലാം ഇതിൻ്റേതായ രസകരവും പ്രയോജനപ്രദവുമായ അനുഭവങ്ങളുണ്ടാവും. പരിമിതികൾ അവരെ വേണ്ട തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഒന്നും പറ്റാത്തവരാണെങ്കിൽ അതിനെയും നമ്മൾ നേരിടേണ്ടതായിട്ട് വരും. നമ്മളൊരുപാട് വലിയ അഡ്മിനിസ്ട്രേഷനെ കണ്ടിട്ടില്ലേ? വളരെ സമർത്ഥന്മാരാണെങ്കിലും ഫാമിലിയിൽ വലിയ ഫെയിലുവറായിരിക്കും. നമ്മൾ IIM ബാംഗ്ലൂരിലൊക്കെ പോയി ഞങ്ങൾ ചില ഗവേഷണമൊക്കെ നടത്തുമ്പോൾ 10-20 കൊല്ലമായിട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ച് വന്നിട്ടുള്ള ആൾക്കാരെല്ലാം കരിയറിൽ ഏറ്റവും മുകളിൻ്റെ താഴെ വന്ന് നിൽക്കും. അവിടം വരെ മാത്രമേ അയാൾക്ക് പറ്റൂ. അപ്പോൾ ആ സ്യൂട്ടബിലിറ്റി കണ്ടുപിടിക്കാനും നമുക്ക് അസ്ട്രോളജി ഉപയോഗിക്കാം. പിന്നെ ഏത് ശാസ്ത്രത്തിനും ഒരു 80% അല്ലേ പ്രിസിഷൻ കിട്ടും. എക്സെപ്ഷൻ ഈസ് ദെയർ എവരിവെയർ. ഇതൊരു എക്സെപ്ഷൻ്റെ ശാസ്ത്രം, അതറിയോ? അതുകൊണ്ടാണ് ഇത് പുസ്തകം പഠിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യരുത് എന്ന് പറയുന്നത്. അതിനാണ് ഗുരുനാഥന്മാർ വേണമെന്ന് പറയും. ഗുരുവും വേണം, ഉപാസനാദൈവവും. ഉപാസനാദൈവം എന്ന് പറഞ്ഞാൽ ജോഹാരി വിൻഡുവ മനഃശാസ്ത്രത്തിൽ. അതും ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. യസ്യാം മനസ്സമാസക്തം, മനസ്സ് സമ്യക്കായിട്ട് ആസക്തമാകുന്ന പെൺകുട്ടിയെ കല്യാണം കഴിച്ചോളാം. പക്ഷെ സമ്യക്ക് എന്നുള്ള വാക്ക് വേണ്ടവണ്ണമെന്നാണ്. 10 കൊല്ലം നമ്മൾ മരം ചുറ്റി പ്രേമിച്ചാൽ മാത്രം പോരാ. സമ്യക്ക് വേണ്ടവണ്ണം എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ മാരേജ് ലോട്ട് ഓഫ് ക്യാരക്ടേഴ്സ് ആർ ഗോയിങ് ടു കം. അതിനെയെല്ലാം നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നു എന്നുള്ളതും കൂടെ നോക്കിക്കോണമെന്നാണ് സമ്യക്ക്.
അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ വലിയ അസ്ട്രോളജറൊന്നും എന്ന് പറയുന്നില്ലെങ്കിലും ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു സംശയവും ഇക്കാര്യത്തില്ല. ഒക്കാത്ത കാര്യം നടത്താൻ വേണ്ടി ആൾക്കാർ വരുമ്പോഴാണ് ആളുകൾ പരിമിതി മനസ്സിലാക്കുന്നില്ല. ആൾക്കും അവരുടെ പരിമിതികൾ മനസ്സിലാകാത്തതുകൊണ്ടാണ് ഇത് ആവശ്യമില്ലാതെ വേണ്ടാത്ത കാര്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. വേണ്ടുന്നതിനെല്ലാം ഉപയോഗിക്കും. ഹിന്ദു മതത്തിലും ക്രിസ്തു മതത്തിലും ഇസ്ലാം മതത്തിലും എല്ലാം ഉപയോഗിക്കാവുന്ന സാർവദേശീയമായ ഈ പ്ലാനറ്ററി പൊസിഷൻ്റെ ഈ വിശകലനങ്ങളായത്. അതിനെയെല്ലാം മതങ്ങളുടെ ഏതെങ്കിലും മിത്തുകൾ തളച്ചിടാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് കുഴപ്പങ്ങൾ വരും. ഇത് എല്ലാവർക്കും ഉപയോഗപ്പെടുന്നതാണെങ്കിൽ പല മതങ്ങളും ഇതിനെ സപ്പോർട്ട് ചെയ്യാത്തത് അല്ലെങ്കിൽ അതിനെ അല്ല, അത് പ്രാക്ടീസ് ചെയ്യുന്ന അത് യഥാർത്ഥത്തിൽ എന്താണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. നമ്മളിപ്പോഴെങ്ങനെ ഈ റംസാനും ബാക്കിയുള്ളതില്ലേ എന്തിനെ ആശ്രയിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്? ചന്ദ്രന്. അപ്പോൾ എന്താണ് തിരുമേനിയുടെ ചന്ദ്രനും പിന്നെ മുക്രയുടെ ചന്ദ്രനും 2 ചന്ദ്രന്മാരാണ്. എല്ലാം ഇതിനെ ആശ്രയിച്ചാണ്. അപ്പോൾ അതിനാണ് ഒരു സോഷ്യൽ റിഫർമേഷൻ ആവശ്യം. അവരും ഇത് നൈതിചന്ദ്രനെ കണ്ടു എന്ന് പറയുന്നില്ലേ? ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇസ്ലാം മതത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതിനെ സെക്ടേറിയൻ ആറ്റിറ്റ്യൂഡിന് വേണ്ടി ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടോ സാറേ? ആവശ്യമില്ലാത്ത കാര്യത്തിന് ഉപയോഗിക്കാതെ എൻ്റെ അടുത്ത് ഒരുപാട് മുസ്ലിംസ് വരുന്നുണ്ടല്ലോ പലപ്പോഴും വന്നു. അപ്പോൾ അതിനകത്ത് ഒരുപാട് നിയമമുണ്ട്. ഒരു ക്രിസ്ത്യൻ ഫാമിലി കൊട്ടാരക്കരന്നാ വന്നേ, അവർ 5 പേരുണ്ട്, പെൺകുട്ടികളാണ്. അതിൽ ആ ഒരു സ്ത്രീക്ക് മാത്രം ആ വീട്ടിൽ കുഴപ്പം, ബാക്കി എല്ലാവരും രക്ഷപ്പെട്ടു അവിടെ താമസം. അവർക്ക് എന്താ കാര്യം എന്ന് അറിയണം. അപ്പം നമ്മളത് അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ എന്താണ് ഈ അവർ താമസിക്കുന്ന ഈ വീട് എന്ന് പറയുന്നത് ഇറ്റ് ബിലോങ് ടു എ ബ്രാഹ്മൺ ഫാമിലി ഇയേഴ്സ് ബാക്ക്. അവിടെ ഒരുപാട് കാവും ബാക്കിയുള്ളതെല്ലാം ഉണ്ടായിരുന്നു. ആ കാവുകളെല്ലാം നശിപ്പിച്ചൊക്കെ പോയി. അതിൻ്റെ ബാക്കി പത്രം അവർക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്തെന്തോ അന്ധവിശ്വാസം. അതിനും കാര്യമുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു ഫോയിറ്റസ് ഉണ്ടാകുന്നതിനൊരു ഘട്ടമുണ്ട്. ഫോയിറ്റസ് ഉണ്ടാകുന്നത് അതിനെ വരാഹമിനം പറഞ്ഞിരിക്കുന്നത് കലല, ഖന, അങ്കുര, അസ്ഥി, ചർമ്മ, അങ്കജ, ചേതനതാണ്. 7 മാസമായിട്ടൊരു ഫോയിറ്റസ് ഉണ്ടാകുന്നതിൻ്റെ ഘട്ടങ്ങളാണ്. കലലം ഫസ്റ്റ് മന്തിൽ ശുക്ലശോണിതങ്ങൾ മിക്സ് ആവുന്നതാണ്. സെക്കൻഡ് മന്തിൽ ഖരം, 3rd മന്തിൽ വൈബ്രേഷൻ. അതുകൊണ്ടാണ് ഗൈനക്കോളജിസ്റ്റുകൾ പറയുന്നത് 3ാമത്തെ മാസത്തിലാണ് നിങ്ങൾ സ്കാൻ ചെയ്യേണ്ടത്. ശരിയല്ലേ? അതിന് ഓരോ പ്ലാനറ്റ്സിനായിട്ട് കൊടുത്തു. അങ്ങനെ വന്ന് 7ാം മാസമാകുമ്പോൾ ദിസ് സ്റ്റാർട്ട്സ് ഡെവലപ്പിംഗ് ബ്രെയിൻ. ആ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ അമ്മയുടെ ചിന്തകൾ, ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ബ്രെയിനിൽ വരുമെന്നാണ് സങ്കല്പം. അതാണ് 7 മാസം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ കുഴപ്പമുണ്ടെങ്കിലും കുട്ടിയെ പുറത്തെടുത്ത് ഇൻക്യുബേറ്ററിനകത്താക്കി നമുക്ക് ഡെവലപ്പ് ചെയ്യാം. 7ാം മാസം കൊണ്ട് ആ ബ്രെയിനും ഒക്കെ ആയിട്ടാണ് ഇതിവിടെ വരുന്നത്. അപ്പം നമ്മുടെ ഈ കൾച്ചർ അനുസരിച്ച് ഈ അമ്മമാരൊക്കെ ഈ കാവും പുല്ലും ഒക്കെ ഉള്ളതിൽ അവർ പോലും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അവരുടെ ബ്രെയിനിൽ വരും. അതാണ് അവിടെ അമേരിക്കയിൽ നിന്നൊരു മദാമ വന്ന് താമസിച്ചാൽ ഒരു പക്ഷേ അവർക്കൊരു കുഴപ്പം വരത്തില്ല. കാരണം അവരുടെ ബ്രെയിനിൽ ഇതൊന്നും ഇല്ല. പക്ഷേ ഇവിടെ ഇതിനകത്തുനിന്നാണ് നമ്മുടെ എല്ലാ ജാതിക്കാരും വന്നിട്ടുള്ളത്. ഇപ്പോൾ കാവിനൊക്കെ ഉള്ള വിശ്വാസമുള്ള ഒരുപാട് പേരുണ്ടല്ലോ മറ്റു ജാതിക്കാർ. അതൊരു വശം. രണ്ടാമത് ഈ സർപ്പങ്ങൾ, നാഗങ്ങൾ എന്ന് പറയുന്നതിനാണ് ഏറ്റവും കൂടുതൽ സെൻസിറ്റിവിറ്റി ഉള്ളത്. എത്ര ദൂരെയുള്ള കാര്യങ്ങളും അതിന് സെൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഫിസിക്കൽ സയൻസ് വെച്ച് വിശ്വസിക്കപ്പെടുന്നത്. എനിക്കത് തെളിയിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഈ തരം കാര്യങ്ങളിലെ അവരുടെ മനസ്സിൽ വരും. അതൊരു കമ്പ്യൂട്ടർ പോലുള്ള ബ്രെയിനുമായിട്ടാണ് ഇവർ വെളി വരുന്നത്. പക്ഷേ ഇത് പുറത്ത് വരണമെങ്കിൽ പാസ്വേഡ് വരണം. അതിന് പറ്റുന്ന സിറ്റുവേഷൻ. അതിൻ്റെ അടുത്ത് ഈ ബോധക്കേടൊക്കെ വരുന്ന എല്ലാ ആൾക്കാരും ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഇത് വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് വന്ന് ഇങ്ങനെ വിളക്ക് കത്തിക്കുന്ന കാണുമ്പോഴാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നത്? വിളക്ക് കത്തിക്കുന്ന കാണുന്നത് കുറേ കാലത്തേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് ബാക്കി മെഡിസിൻ കൊടുക്കേണ്ട മെഡിസിൻ കൊടുക്കുക. പിന്നെ ബിലീഫ് മാറ്റേണ്ടത് ബിലീഫ് മാറ്റുക. നമ്മൾ ഈസ്റ്റേൺ കൾച്ചറിലെല്ലാം നമ്മൾ ബിലീഫിൻ്റെ അടിമകളാണ്. ഈ ബിലീഫിന് ഇത്രയും പ്രാധാന്യം പടിഞ്ഞാറൻ രാജ്യങ്ങളിലില്ല. നമ്മളെല്ലാം വിശ്വാസത്തിൻ്റെ അടിമകളല്ലേ. അതുകൊണ്ടല്ലേ ഇത്രയും അമ്പലങ്ങളും ബാക്കിയുള്ള എല്ലാം കൂടെ വന്നേക്കുന്നത്. ഇപ്പോൾ ഈ കാവ് നശിപ്പിച്ചു എന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെയുള്ളൊരു സംഭവം വരുമ്പോൾ അതെങ്ങനെയാണ് ഒരു ഇതിൽ അഫക്റ്റ് ചെയ്യുന്നത്, ഒരു വ്യക്തിയെ അഫക്റ്റ് ചെയ്യുന്നത്? അവൻ്റെ ബ്രെയിനിൽ സൈക്കോളജിക്കലി ഇൻസെക്യൂരിറ്റി വിൽ ബി ക്രീപ്പിംഗ് ഇൻ. പക്ഷെ അത് തലമുറ കഴിഞ്ഞ് പോകുമ്പോൾ അതെങ്ങനെ? തലമുറ കഴിഞ്ഞ് പോകുമ്പോൾ ഇത് കംപ്ലീറ്റ് മാറണ്ടേ?
ഇത് മുഴുവൻ മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് വരത്തില്ലല്ലോ. പ്ലൂട്ടോണിയം എവിടെയെങ്കിലും കുഴിച്ചിട്ട് കഴിഞ്ഞാൽ എത്ര കൊല്ലം കഴിയുമ്പോഴാണ് അതിൻ്റെ റേഡിയേഷൻ മുഴുവൻ പോകുന്നത്? ചിന്താതരംഗങ്ങൾക്ക് ക്രിയാശക്തിയുണ്ട് സാറേ. അതാണ് ഈ ശാപം എന്ന് പറയുന്നത്. നിങ്ങളൊരു കോൺവെക്സ് ലെൻസ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻസിപ്പൽ ഫോക്കസിൽ ഈ പഞ്ഞി വെച്ചാൽ കത്തത്തില്ലേ? അത് വിഷ്വലി ഹാപ്പൻസ്. പക്ഷേ നിങ്ങളുടെ ചിന്തകൾക്ക് അതിനേക്കാൾ വലിയ സ്ട്രെങ്ത് ഉണ്ടെന്നാണ് പറയും. അതാണ് ചിന്താതരംഗങ്ങൾക്ക് ക്രിയാശക്തിയുണ്ട്. അത്ര ഹാർഡായിട്ട് ഒരമ്മയൊക്കെ അവനോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് മുഴുവൻ കൂടെ അവൻ്റെ മണ്ടയ്ക്ക് വരുമെന്നാണ് നമുക്ക് തെളിയിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അതാണ് ചില ശാപങ്ങൾ ഏക്കുമെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തി ചിന്തിക്കുന്നത് കൊണ്ട് ഇതുപോലുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഒരു വ്യക്തിയുടെ ഫ്യൂച്ചറിലോട്ട് പോകുന്ന കാര്യങ്ങളെ കുറച്ചുകൂടെ ക്ലാരിറ്റി വരുത്താനോ ഡിഫൈൻ ചെയ്യാനോ സക്സസ്സിലേക്ക് പോകാനോ ആ വ്യക്തി സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുവാണെങ്കിൽ അത് നടന്നിരിക്കുമെന്ന് തന്നെ പറയും. അത് ആദ്യമായിട്ട് ഇത് നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കിയത്, നിങ്ങൾ ബാണയുദ്ധം എന്ന് കേട്ടിട്ടുണ്ടോ? ഞാനെല്ലാം മിഥോളജി പറയുന്നുണ്ട്, കാരണം വേഗം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ബാണയുദ്ധം, ബാണൻ എന്ന് പറയുന്നത് വലിയ അസുര രാജാവാണ്. അയാൾക്ക് നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിൽ അയാൾക്ക് വലിയൊരാഗ്രഹമായിരുന്നു ശ്രീപരമേശ്വരനെ അദ്ദേഹത്തെ ഒന്ന് കണ്ടെത്തിയിട്ട് അദ്ദേഹത്തെക്കാൾ ഉയരെയാണ് ഞാനെന്ന് സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതിന് ശ്രീപരമേശ്വരൻ്റെ വലിയ വീക്ക്നെസ് ഉണ്ട്. ആര് തപസ് ചെയ്താലും പ്രത്യക്ഷപ്പെടും. എന്നാൽ വെയ്പ്പ് അതിന് പ്രത്യക്ഷപ്പെട്ടു. നിനക്കെന്താ വേണ്ടത്? എനിക്ക് എൻ്റെ കോട്ടയുടെ കാവൽക്കാരായിട്ട് അങ്ങും അങ്ങയുടെ ഭാര്യയും കൂടെ വരണം. ശ്രീപരമേശ്വരൻ ശ്രീ പാർവതിയുണ്ട്. അപ്പോൾ അദ്ദേഹം സമ്മതിച്ച് ഞാൻ വരാം. അവർ രണ്ടുപേരുടെ വന്ന് ഇയാളുടെ കോട്ടയുടെ കാവൽ തുടങ്ങി. അപ്പോൾ ഇവർ രണ്ടുപേരും വളരെ ഡിസ്റ്റർബ്ഡായിട്ട് വരുമെന്ന് അയാൾ വിചാരിച്ചിരുന്നു. അപ്പോൾ അവർ സന്തോഷമായിട്ട് ഇങ്ങനെ ഇരുന്നു, ഭാര്യയും ഭർത്താവും പോലെ ഹണിമൂൺ പോലെ ഇങ്ങനെ കഴിഞ്ഞപ്പോഴാണ് ഈ ബാണൻ്റെ അതിസുന്ദരിയായ ഭാര്യയാണ് ഉഷ. അപ്പോൾ അവൾ രാത്രിയിലൊക്കെ വന്ന് നോക്കിയപ്പോൾ ഇയാൾ വളരെ ഭംഗിയായിട്ട് അവർ കഴിയുന്നുണ്ട്. ഇതെന്താ കാര്യമെന്ന് അറിയാൻ വേണ്ടി അവൾ രഹസ്യമായിട്ട് വന്ന് ശ്രീപാർവതിയോളം ചോദിച്ചു, ഭഗവതി എനിക്കും ഭഗവതിയുടെ ഭർത്താവിനെ പോലെ ഒരു നല്ല ഭർത്താവിനെ കിട്ടാൻ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീപാർവതി പറഞ്ഞു, ഒരു പ്രയാസമില്ല, നീ വൈശാഖ ശുക്ല ദ്വാദശി, ശുക്ലപക്ഷത്തെ ദ്വാദശി എന്ന് പറഞ്ഞാൽ ഈ ചന്ദ്രൻ്റെ പ്രകാശം ഏറ്റവും കൂടുതലുള്ള ഒരു ദിവസം, മനസ്സിൻ്റെ കാരകത്വം ചന്ദ്രനാണുള്ളത്. ആ ദിവസം രാത്രിയിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുരുഷൻ നിന്നോടൊപ്പം ശയിക്കുന്നതായിട്ട് നീ വളരെ ശക്തമായിട്ട് സങ്കല്പിക്കാൻ പോകും. ഞാൻ നിനക്ക് ഭർത്താവായിട്ട് വരും. ഇവർ അതേപോലെ അവൾ സങ്കല്പിച്ചു. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ അത് ആരാണെന്ന് അവൾക്ക് അറിയാൻ വയ്യ. അപ്പോൾ അവിടെ തോഴിയാണ് ചിത്രലേഖ, എല്ലാവരുടെയും പടം വരയ്ക്കും. അവളോട് വന്ന് എല്ലാം വരയ്ക്കാൻ പറഞ്ഞു. ഓരോന്ന് വരച്ച് ആ കാലഘട്ടത്തിലുള്ള രാജകുമാരന്മാരൊന്നുമല്ല. ലാസ്റ്റിൽ കിട്ടിയപ്പോൾ അനിരുദ്ധനാണ്. യവനായിരുന്നു. അത് കഴിഞ്ഞുള്ളതാണ് ബാണയുദ്ധം. അപ്പോൾ ബാണയുദ്ധം കഥ കേട്ടിട്ടില്ലേ? അനിരുദ്ധൻ വന്ന് ഇവളെ കല്യാണം കഴിച്ചുകൊണ്ട് പോയി എന്നാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് ഈ കഥ യാദൃശി ഭാവനയെ, നിങ്ങൾ ഭാവനയിൽ എന്താണോ അതിശക്തമായിട്ട് കാണുന്നത് അത് സംഭവിച്ചിരിക്കുന്നതാണ്. അതിൻ്റെ ശക്തി എത്ര ഉണ്ടോ നമുക്കറിയാൻ വയ്യ. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ മുന്നോട്ടുള്ള കാര്യങ്ങളെ ക്ലാരിറ്റി വരുത്താൻ ഇത് ഉപയോഗിക്കാം. പക്ഷേ അവിടെ മറ്റേത് കളയരുത്. നമുക്ക് യോജിച്ചത് ഏതാണെന്ന് കണ്ടെത്തി അത് വേണം നമുക്ക് സങ്കല്പത്തിൽ കാണാൻ. അതിനാണ് അസ്ട്രോളജി ഉപയോഗിക്കേണ്ടത്. അത് നടപ്പാക്കാൻ വേണ്ടി യു ക്യാൻ യൂസ് ദിസ്. നേരെ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ആകണമെന്നില്ല. ഒരു വലിയ പൊസിഷനിലോട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ, അവിടെ എത്തുന്നതിന് മുന്നേ ആസ്ട്രോളജി പ്രകാരം എനിക്ക് അവിടെ എത്താൻ യോഗമുണ്ടോ എന്നോ, അല്ലെങ്കിൽ അതിന് എൻ്റെ അടുത്താണ് വരുന്നതെങ്കിൽ ഞാൻ 2-3 ടൂൾ ഉപയോഗിക്കും. ഒന്ന്, ഐ വിൽ ഇൻ്റർവ്യൂ. അപ്പോൾ നിങ്ങളതിന് എത്രമാത്രം, എൻ്റെ മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റാണ്. അപ്പോൾ നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ മാനേജ്മെൻറ്റിൽ ഇത് പറ്റുന്ന ആളാണെന്ന് ഞാൻ ആദ്യം എൻ്റേതായ കാഴ്ചപ്പാടിൽ നോക്കും. അത് കഴിഞ്ഞ് രണ്ടാമത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ അതും നോക്കും. മൂന്നാമത് വേറൊരു അനാലിസിസ്, പ്രശ്നമെന്ന് പറയും. ആ സമയത്ത് എന്താ സംഭവിച്ചേക്കുന്നത് അതും കൂടെ, ഇത് മൂന്നും കൂടെ നോക്കിയിട്ട് ഐ വിൽ കം ടു എ കൺക്ലൂഷൻ, ദിസ് വിൽ ബി സ്യൂട്ടബിൾ ഫോർ യു. അങ്ങനെ വരുമ്പോൾ അതിനു വേണ്ടി പറ്റുന്ന കാര്യങ്ങളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. നേരെ വിളിച്ചത് തീരെ പറ്റാത്തതാണെങ്കിൽ ഞാൻ പറയും, മൈ ഡിയർ ഫ്രണ്ട്, ഇറ്റ് സീംസ് ടു മീ ദാറ്റ് ഇറ്റ് മേ നോട്ട് ബി പോസിബിൾ ഫോർ യു. അപ്പോൾ നിങ്ങൾ സന്തോഷമാവും. കാര്യം എന്താണ്, ഇത് എൻ്റെ കുഴപ്പമല്ലല്ലോ, ഐ ആം ഡെസ്റ്റൈൻഡ് ഫോർ ദിസ്. അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. അതിലൊന്നും അങ്ങനെ തെറ്റാറൊന്നുമില്ല. പിന്നെ ഒരു 50% ഉണ്ട്, ബാക്കി നിങ്ങളുടെ കർമ്മം കൊണ്ട് തന്നെ നേടാവുന്നതുണ്ട്.
നമുക്ക് അതിനുമുണ്ടല്ലോ എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോ. ഒരു ചെറിയ ഗ്ലിംസ് എങ്കിലും ഇല്ലാത്ത ഒരാളിനെ നമുക്ക് വലിയ പാട്ടുകാരനാക്കാനൊക്കത്തില്ല. അതാണ് ഗീതയിൽ പറയുന്നത്, നാസതോ വിദ്യതേ ഭാവവും ന ഭാവോ വിദ്യത. ഉള്ളതിനെ മാത്രമേ വലുതാക്കാൻ. അത് നമ്മുടെ ഇതിനനുസരിച്ച് മുജ്ജന്മകൃതമാകുന്ന വയ്പ്. അതിനൊരു കാരണം ശരിയോ തെറ്റോ നമുക്കറിയാൻ വയ്യ. നമ്മളെല്ലാം തൃപ്തിപ്പെടുത്താൻ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇത് മുജ്ജന്മകൃതമാണ്. അപ്പോൾ സന്തോഷമായി, എൻ്റെ കുഴപ്പമല്ലല്ലോ. ഇപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഒരു വലിയൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് ഇതിൻ്റെ സപ്പോർട്ട് എടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഒരു വ്യക്തിയുടെ കപ്പാസിറ്റി ഉണ്ടല്ലോ, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു വിൽ പവർ, അല്ലെങ്കിൽ അത് ചെയ്യാനുള്ളൊരു മനസ്സിൻ്റെ ഒരു ധൈര്യം, അത് കുറഞ്ഞു വരത്തില്ലേ? അസ്ട്രോളജി ഉപയോഗിക്കേണ്ടത് എവിടാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. യഥാനുസരതി പ്രശ്നോ ജാതക ഗ്രഹപാതിരി. പിന്നെ രണ്ടാമത് ക്ഷേത്രാതീരിത പഞ്ചതാധിക അവിജ്ഞാതം. നമുക്ക് നേരിട്ട് നമ്മുടെ യുക്തി കൊണ്ട് കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങൾ മാത്രമേ അസ്ട്രോളജിയെ ഡിപ്പെൻഡ് ചെയ്യാവൂ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഒരാളിന് എനിക്ക് ഇങ്ങനൊരു വലിയ കാര്യങ്ങൾ ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട് എന്ന് തോന്നിക്കഴിയുമ്പോഴല്ലേ അതിന് പോകാൻ തോന്നും. അതെല്ലാം ശരിയാക്കിയിട്ട് ഞാൻ ഇതാണോ എനിക്ക് പറ്റിയത്, ഇപ്പുറത്തേതാണോ എനിക്ക് പറ്റിയതെന്നുള്ള സംശയം വരുമ്പോൾ മാത്രമേ അസ്ട്രോളജിയെ ഡിപ്പെൻഡ് ചെയ്യാവൂ. അല്ല ചുമ്മാതെ കയറി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു മറുപടിയും കിട്ടത്തില്ല. നിൻ്റെ കഴിവനുസരിച്ച് കർമ്മണ്യേ വാധികാരസ്തു, ജോലി അങ്ങോട്ട് ചെയ്യുക, നിന്നെക്കൊണ്ട് പറ്റുന്നതാണെന്ന് നിങ്ങൾ അസർട്ടൈൻ ചെയ്യുക. അതിൻ്റെ ബിഗിനിങ് തുടങ്ങിയിട്ട് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് കണ്ടെത്താം. ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ വേണം ചോദിക്കാം. അത് ചോദിക്കാം. അതായത് സംശയം വരുമ്പോൾ മാത്രമേ, അതല്ലേ പറഞ്ഞേക്കുന്നത്, ക്ഷേത്രാതീരിത പഞ്ചതാധിക അവിജ്ഞാതം കിമപ്യ സ്ഥിതി. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പൊതുവാക്കാം, അമ്പലത്തിൽ ഉപയോഗിക്കാം എല്ലായിടും. അതിനെ സംബന്ധിച്ച് നമ്മൾ ചെയ്തിട്ടും ഫലം വരുന്നില്ലെങ്കിൽ, സാധാരണഗതിയിൽ ഫലം വരാൻ സാധ്യതയുള്ളതാണ്, പക്ഷെ ഞാൻ ചെയ്തിട്ട് ഇത്രയായിട്ടും ഫലം വരുന്നില്ലെങ്കിൽ അതിൻ്റെ കാര്യം കണ്ടെത്താനേ ജ്യോതിഷം നോക്കാവൂ. ഇല്ലെങ്കിൽ ദി വെരി സെയിം പർപ്പസ് ഈസ് ഡിഫീറ്റഡ്. അല്ലാതെ നോക്കുമ്പോഴാണ് സാറേ ഈ കുഴപ്പങ്ങളെല്ലാം വരുന്നത്. ജ്യോതിഷം പറഞ്ഞു ഇന്നേ പോക്കോളാം, എവിടെ കല്യാണം, ഇന്നാൾ ഇത് വന്ന് എൻ്റെ അടുത്ത് എത്ര പേരാ വന്നിരിക്കുന്നത്. ജാതകം അങ്ങോട്ട് നോക്കിയിട്ട് ഒരു പെൺകൊച്ച് പാവം വന്ന് അവിടെ ഒരു കൊച്ചിനെ എണ്ണത്തിൽ വെച്ച് വന്നേക്കുക, 19 വയസ്സേ ഉള്ളൂ. അവൻ അവിടെ ഇടിക്കുക, പട്ടാളക്കാരനാണ്. എന്തിനാണെന്ന് അന്വേഷിച്ച് വന്നത്, തള്ളയുണ്ട് അവിടെ. ഞാൻ കൊളോക്കിയൽ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് നിങ്ങൾ ക്ഷമിക്കുക. അല്ല വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് സംഭവിച്ചത്. സാറേ ഇവക്ക് 17ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചില്ലെങ്കിൽ പിന്നെ 27 വയസ്സേ കല്യാണം കഴിക്കുമെന്നൊരു ജ്യോത്സ്യം പറഞ്ഞ കാരണത്താലാണ് ഇവളെ ഈ കല്യാണം കഴിപ്പിച്ചത്. ഞാൻ നോക്കിയപ്പോൾ ശുദ്ധ അസംബന്ധമാണ്. അങ്ങനെ ഒന്നും അതിനകത്ത് എഴുതിയിട്ടുള്ള സാധ്യതകൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ സാധ്യതയുള്ള സമയമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ജാതകം ഉണ്ടാക്കണ്ട. പിന്നെ ജാതകം കാണുമ്പോൾ അറിയാം, ചിലവന്മാർ അതറിയാം, ചിലർ അവന് കല്യാണം ഒരു താല്പര്യമില്ലായ്മ അതിനകത്ത് കണ്ടുപിടിക്കാം. അതിനകത്ത് സന്യാസയോഗമൊക്കെ ഉണ്ട്. യോഗം പഠിക്കാൻ വലിയ പ്രയാസമാണ്. ഞാൻ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് റാങ്കിൽ പാസ്സായ ആളാണ്, പക്ഷേ അസ്ട്രോളജി പ്രാക്ടീസ് ചെയ്യാൻ വലിയ പാടാണ്. ഏറ്റവും പ്രയാസം അതാണ്. ഒന്നുമില്ലാതെ ചെയ്യാതെ ആ യോഗങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ അറിയാം നിങ്ങൾക്ക് കല്യാണം താമസിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് ഭഗവാൻ പറയുന്നത്, ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഈ കാരണമില്ലാതെ ഒന്നും സംഭവിക്കത്തില്ല, ഒരുത്തൻ്റെ കല്യാണം ഒരുപാട് താമസിക്കും. നമ്മൾ കൃത്യമായിട്ട് നോക്കാൻ പറയും, ഇവനെ മുറ്റത്ത് മുട്ടുന്ന മുടിയഴിച്ചിടുന്ന പെണ്ണിനെ ആയിരിക്കും വേണ്ടത്, അല്ലെങ്കിൽ ലോകത്ത് ഏറ്റവും സൗന്ദര്യമുള്ള പെണ്ണിനെ ആയിരിക്കും വേണ്ടത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ജോലിയുള്ളത് വേണ്ട. പക്ഷേ ഇവൻ്റെ സ്യൂട്ടബിലിറ്റിയിൽ ഇവൻ ഇച്ചിരി കോങ്കണ്ണുള്ള പെണ്ണായിരിക്കും പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഹീ ഹാസ് ടു കോംപ്രമൈസ് ഓൺ സർട്ടൺ മാറ്റേഴ്സ് ആൻഡ് ഗെറ്റ് തിങ്സ് ഡൺ. അങ്ങനെയുള്ള കാര്യത്തിന് ഇത് ഭംഗിയായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ എത്രയോ കല്യാണങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്. നമുക്കിതൊക്കെ പറ്റുമെന്ന് അവന് ബോധ്യമാണ്, വലിയ പ്രയാസമാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ പോലെ ലോകത്തുള്ള എല്ലാത്തിനെയും കൊല്ലാൻ വേണ്ടി ആറ്റം ബോംബ് ഉണ്ടാക്കാനുള്ള പ്ലൂട്ടോണിയം എൻ്റെ മനസ്സിലുണ്ട്, പക്ഷെ ഒരുത്തൻ്റെ മനസ്സ് മാറ്റാനുള്ള പ്ലൂട്ടോണിയം എൻ്റെ ഇല്ലെന്ന്. ഈ മനസ്സ് കംപ്ലീറ്റ് മാറ്റി കഴിയുമ്പോഴത്തേക്ക് ഇത് ശരിയാവും. പിന്നെ രണ്ടാമത് നിങ്ങൾ അതിനകത്ത് യാതൊരു ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. അവർ ചില പ്രത്യേക യോഗങ്ങളൊക്കെ ഉണ്ട്. കല്യാണ യോഗം കാണും, പക്ഷേ പ്രവൃത്തിയാകുമായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്, കല്യാണം കഴിച്ച് രണ്ടുപേരും ഒരു വീട്ടിലായിരിക്കും താമസിക്കുന്നത്, പക്ഷേ ആ റെക്കാർഡിക്കൽ മാത്രമേ ഉള്ളൂ ഭാര്യാഭർത്താക്കന്മാരെ റെക്കാർഡിക്കൽ, അത് കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനെ അടുത്ത് ഒരുപാട് പേര് വരുന്നുണ്ട്, സാറേ ഭാര്യാഭർത്തൃ ബന്ധത്തിന് ഇയാൾക്ക് ഒരു താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേര് വരാറുണ്ട്. നമ്മൾ കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ എന്നുള്ള മാർഗമുള്ള. രണ്ടാമത് അയാളെയും പിടിച്ച് കൗൺസിൽ ചെയ്യുക.
ഇപ്പോൾ നേരത്തെ സാറ് പറഞ്ഞൊരു കേസിൽ ഇപ്പോൾ 18 വയസ്സായ ഒരു കുട്ടിയെ കല്യാണം കഴിച്ചൊരു കാര്യം പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ 35-ാമത്തെ വയസ്സിലേ നടക്കത്തുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കെട്ടിക്കണം എന്നുള്ളത്. അപ്പോൾ ഇതിനകത്തുള്ളൊരു മെയിൻ ചോദ്യം, ഒരു വ്യക്തിയുടെ മെച്യൂരിറ്റി ആണല്ലോ അദ്ദേഹത്തിന് ജീവിപ്പിക്കുന്നത്, ഒരു ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ഇവിടെ അതൊരു ക്വസ്റ്റ്യനാണ്. ഈ 18 വയസ്സായ അല്ലെങ്കിൽ 15 വയസ്സായ ആളിനെ പിടിച്ച് കെട്ടിക്കുമ്പോൾ ഇവിടെ നിയമം അതിന് സമ്മതിക്കാത്തത് കൊണ്ട് അതിന് പുറകിലോട്ട് പോകുന്നില്ല. പക്ഷേ ആ ഒരു ഏജിൽ എപ്പോഴായിരിക്കും മെച്യൂരിറ്റി വരെ ഇത് തീരുമാനം എടുക്കുമ്പോൾ? തീരുമാനം എടുക്കുന്ന മറ്റുള്ളവരുടെ സാറേ ഇതെല്ലാം നാട്ടിലെ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് മാത്രമേ ചെയ്യൂ. ഒന്ന്. രണ്ടാമത് നമ്മുടെ ഈ വ്യവസ്ഥിതി വളരെ പ്രധാനം. പടിഞ്ഞാറൻ രാജ്യങ്ങളിലാണെങ്കിൽ ഞാൻ ഈ കൺഫോമിറ്റി ആൻഡ് കംപ്ലയൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഞങ്ങളുടെ നാട്ടുപുറത്ത് ഇപ്പോഴും റോഡിൽ ഒരു പെണ്ണും ചെറുക്കനും കൂടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരുപാട് സ്കാൻഡൽസ് പറഞ്ഞു വരുത്തും. അതെ, പെണ്ണും ചെറുക്കനും കൂടെ ചെറുപ്പക്കാർ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്കാൻഡൽസ് പറഞ്ഞ് പരത്തുന്നവൻ അവൻ്റെ ഈ ജീവിതത്തിൽ അവന് നടത്താൻ പറ്റാത്ത കാര്യങ്ങൾ ഈ പിള്ളേർ നടത്തുന്നുള്ള അസൂയുണ്ട്. സംശയം വേണ്ട. ഞാനൊരു വിമൻസ് കോളേജിൽ ഹോസ്റ്റലിൽ PG കുട്ടികളെ പഠിപ്പിക്കാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ അവരെന്നോട് ഒന്ന് പറഞ്ഞു, സാറേ സഹിക്കാൻ വയ്യാത്തത് ഈ മധ്യവയസ്കന്മാരാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ ബസ്സിലും ഒക്കെ പോകുന്നവരെ ടോർച്ചർ ചെയ്യുന്നത്. കാരണം ഇവർക്ക് നടപ്പാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഈ പിള്ളേർ ചെയ്യുന്നു എന്നുള്ള അസൂയ മാത്രം, അല്ലാതെ രാജ്യത്തെ സദാചാരം പൊട്ടിവിളിക്കും എന്നുള്ളതൊന്നുമല്ല. വർത്തമാനം പറഞ്ഞാൽ എന്തോ കുഴപ്പം. പടിഞ്ഞാറൻ രാജ്യങ്ങളിലാണെങ്കിൽ പെണ്ണിനും ചെറുക്കനോട് വർത്തമാനം പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് താമസിച്ചാൽ സാമാന്യമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് നേരത്തെ തന്നെ കണ്ടെത്താനുള്ള ഒരു വകുപ്പ് അവിടുത്തെ സൊസൈറ്റിയിലുണ്ട്. ദേ ഡോണ്ട് കൺസിഡർ ഇറ്റ് എസ് എ ടാബു. നമുക്കിവിടെ ഇല്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റുന്ന ബിഹേവിയർ സയൻസും എല്ലാം വെച്ച് ജാതകങ്ങൾ നോക്കി യവക്കൂടെ ജീവിച്ച എങ്ങനെ ഇരിക്കുമെന്ന് പരസ്പരം അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി കണ്ടുപിടിക്കാനായി തുടങ്ങിയത്. ചെറുക്കനിഷ്ടം, പെണ്ണിനിഷ്ടം, വീട്ടുകാർക്ക് ഇഷ്ടം, എല്ലാവർക്കും ഇഷ്ടമാണ്. അല്ലാതെ അത് മുടക്കാൻ വേണ്ടി ജോലിസിനെ ഏൽപ്പിക്കാനല്ല പറഞ്ഞ്. പരസ്പരം മനസമാസക്തം പരസ്പരം അറിയാൻ പറ്റുന്ന നോക്കുന്നത്. ഇനി അതും കഴിഞ്ഞാലും ഏതെങ്കിലും തരത്തിൽ കല്യാണം നടന്നു പോയാൽ വിഷ്വലായിട്ടുള്ള എന്തെങ്കിലും പൊരുത്തക്കേടുണ്ടെങ്കിൽ അതിന് പരിഹാരം പറയാൻ ആചാര്യൻ പറഞ്ഞിട്ടുണ്ട്. ഈ 10 പൊരുത്തങ്ങളുള്ളതിൽ ഏതെങ്കിലും തീരെ നടത്തിക്കൂടാത്ത പൊരുത്തം ഉണ്ടെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ നടന്നു പോയാൽ അതിന് പരിഹാരം വരെ പറഞ്ഞു കൊടുത്തേക്കണം. പരസ്പരം മനസ്സിലാക്കാൻ പറ്റണം, പിന്നെ അഡ്ജസ്റ്റ് ചെയ്യണം ആൾക്കാർ. മൈക്രോ ഫാമിലീസ് വന്നപ്പോൾ ഏറ്റവും വലിയൊരു കുഴപ്പം അതാണ്, ദേ ഡോണ്ട് അഡ്ജസ്റ്റ്. പിന്നെ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നും ഇപ്പോഴത്തെ കാലത്തെ പിള്ളേരെല്ലാം നല്ലവരാ. ട്രീറ്റ് ചെയ്യേണ്ടതെല്ലാം പേരൻസിനെയാണ്. കാരണം ഇത് ഭയങ്കര സ്പീഡിലല്ലേ ഓടുന്നത്. അതിനുമുണ്ട് അസ്ട്രോളജിയിൽ ദർ ഈസ് എ റീസൺ ഫോർ ദാറ്റ്. അവർ വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. നമ്മളെ ഓരോ യുഗമെന്ന് പറയുന്നത് എല്ലാ പ്ലാനറ്റും കൂടെ സോളാർ സിസ്റ്റത്തിൽ ഒരു പോയിന്റിൽ വരുമ്പോഴാണ് ഒരു യുഗം. അന്നേരം സോളാർ സിസ്റ്റം ബിക്കംസ് മാഡ്. അങ്ങനെ മാഡായി കഴിയുമ്പോഴത്തേക്കെല്ലാം ഷാർപ്പ് ചെയ്തു പോകും. അത് കഴിഞ്ഞ് വീണ്ടും പഴയ പോലെ ഇക്വിലിബ്രിയം പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ ഇക്വിലിബ്രിയം? ആൻ ഐറ്റം ഈസ് സെഡ് ടു ബി ഇൻ ഇക്വിലിബ്രിയം വെൻ ഇറ്റ് കീപ്സ് ഇറ്റ്സ് ബാലൻസ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് എ നമ്പർ ഓഫ് ഫോഴ്സസ്. ഇതിനെല്ലാം ഫോഴ്സ് ഉണ്ട്. ഇതെല്ലാം കൂടെ ഒരു പോയിന്റ് വരുന്നുള്ള താട്ടുകൾ. അത് കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ സഞ്ചരിച്ച് കോടാനുകോടി വർഷങ്ങൾ കഴിയുമ്പോൾ വീണ്ടും ആ യുഗങ്ങൾ വരുന്നത്. അപ്പോൾ കൃതയുഗത്തിൽ 1000 കൊല്ലമായിരുന്നു ഒരുത്തൻ്റെ ആയുസ്. ത്രേതായുഗത്തിൽ വന്നപ്പോൾ 500 ദ്വാപര യുഗത്തിൽ 250 കലിയുഗത്തിൽ 125. ലോഞ്ചിവിറ്റി കൂടി വരുന്നു എന്നുള്ളതാണല്ലോ. ആ ലോഞ്ചിവിറ്റി അല്ല, 125 വർഷം ആയുസ് ഉള്ളതിലേ ലോഞ്ചിവിറ്റിയാണ് കൂടി വരുന്നത്. മറ്റേ ടോട്ടൽ ലോഞ്ചിവിറ്റി എന്നാണ് അത് കൂടി വരുമല്ലോ. നമ്മളെ സയൻസ് അങ്ങ് ഡെവലപ്പ് ചെയ്യല്ലേ. പ്ലാനറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പറയുന്നുണ്ട്, ഒരുപാട് പ്ലാനറ്റ്സുമായിട്ട് കണക്റ്റഡ് ആണെന്ന്. എങ്ങനെയാണ് ആസ്ട്രോളജി പ്ലാനറ്റുമായിട്ട് കണക്റ്റഡ് ആവുന്നത്? ആസ്ട്രോളജി പ്ലാനറ്റുമായിട്ട് കണക്ട് അതാ ഞാൻ സയൻറ്റിഫിക്കലി എന്ന് പറയുമ്പോൾ രണ്ടും കെട്ടുപിണഞ്ഞ് കിടക്കുക. അതവിടാണ് നമുക്ക് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം ഇപ്പോഴും കിട്ടിയിട്ടില്ല. കാരണം ജൂപ്പിറ്ററാണ് ഭാഗ്യത്തിൻ്റെ കാരകത്വം, സൂര്യനാണ് ആത്മപ്രഭാവത്തിൻ്റെ, മനസ്സിൻ്റെ കാരകത്വം മൂണാണ്. ഇതെല്ലാം എംഫിരിക്കൽ ഫോർമുല കൊണ്ടായിരിക്കണം അവരുണ്ടാക്കിയേക്കുന്നത് ഫ്രം ദിയർ എക്സ്പീരിയൻസ്. കാരണം സൂര്യൻ വളരെ ഗംഭീരമായിട്ട് വരുന്ന ദിവസം, അതായത് നമ്മുടെ മേടമാസം 10-ാം തീയതിയാണ് സൂര്യൻ അത്യുച്ചത്തിൽ വരുന്നത്. അന്ന് ജനിക്കുന്ന ആളിന് ദണ്ഡനാഥൻ, വലിയ അഡ്മിനിസ്ട്രേറ്ററും അതിൽ നിഷ്ഠൂരനായി കാര്യങ്ങൾ ചെയ്യുന്ന ആളായിരിക്കും. മൂണിന് അഫ്ലിക്ഷൻ വരുമ്പോഴാണ് ഇത് വരും, ഏതാണ് അവർക്ക് മനോവിഭ്രാന്തിയൊക്കെ വരും. അത് പലപ്പോഴും അനുഭവത്തിൽ നിന്ന് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ അതെനിക്ക് ഡിസ്ക്രീറ്റായിട്ട് എങ്ങനെ തെളിയിക്കേണ്ടതെന്ന് ആരും തെളിയിച്ചിട്ടില്ല. പക്ഷെ അത് കണ്ടുവരുന്ന ഒരു കാര്യം.
പിന്നെ അതിന് പറയുന്നത് ചന്ദ്രികാചർച്ചിതമായ രാത്രികളിലല്ലേ വയലാർ രാമവർമ്മയൊക്കെ കവിതയൊക്കെ എഴുതിയിട്ടുണ്ട്. അല്ല അർദ്ധരാത്രിക്ക് ഇരുന്നോ? അല്ല, ഇരുട്ടത്തല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ദർ വിൽ ബി സർട്ടൻ ഇൻഫ്ലുവൻസ് ഓഫ് മൂൺ ഓൺ ദി പീപ്പിൾ, ഓൺ ദിയർ മൈൻഡ്. പിന്നെ വേലിയേറ്റവും വേലിയർക്കൊക്കെ വരുന്നത് അതുകൊണ്ടാണ്. അതൊക്കെ എംപിരിക്കൽ ഫോർമുല കൊണ്ടേ നമുക്ക് കണ്ടെത്താൻ പറ്റും. അത് എല്ലായിടും ഉണ്ട്. നമ്മൾ മാനേജ്മെൻറ്റ് ട്രേറ്റൊക്കെ ആൾക്കാരുടെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? വലിയ മഹാന്മാരുടെയൊക്കെ. കാരണം അവരുടെ ജീവിതം പഠിച്ചതിന് ശേഷമാണ് അവരുടെ ട്രേറ്റ് കണ്ടുപിടിക്കുന്നത്. വാജ്പേയിയുടെയൊക്കെ സാധാരണ അല്ലാതൊക്കെ നമ്മൾ വേറെ കണ്ടുപിടിക്കും. അപ്പോൾ മൂണാണ് മനസ്സിൻ്റെ മാതൃത്വം, മറ്റേതാണ് അച്ഛൻ. ഇത് രണ്ടുമാണ് ആണ് പെണ്ണ്. അതിനോടുകൂടി ബാക്കി പ്ലാനറ്റ്സ് ചേരുമ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്. അത് എന്നോട് ചോദിച്ച ചോദ്യത്തിനതാണ്. മസ്കുലിൻ ഫെമിനിൻ ആണ് പെണ്ണെന്ന് തീരുമാനിക്കുന്നത് സൂര്യനും ചന്ദ്രൻ. ബാക്കിയെല്ലാം ഹാബിറ്റുകളാണ്. ഷിഹി ഭൂഹ പയോ മരുദ്ഗണാനാം വശിനോ ഭൂമിസുതാതേ കർമ്മേണ. അപ്പം ജൂപ്പിറ്റർ ഒരു ഹാബിറ്റുണ്ട്, അതങ്ങോട്ട് കയറ്റും. പിന്നെ ചൊവ്വയ്ക്കൊരു ഹാബിറ്റുണ്ട്. അപ്പോൾ ഈ പ്ലാനറ്റുകളെ മുഴുവൻ ആണോ പെണ്ണോ എന്ന് സൂര്യചന്ദ്രന്മാർ തീരുമാനിച്ചാൽ ഇവരുടെ ശീലങ്ങൾ മുഴുവൻ ഇവരാ തീരുമാനിക്കും. അങ്ങനെയാണ് പ്ലാനറ്റുകളെ എല്ലാം വെച്ചേക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഒരു വ്യക്തിയുടെ സ്വഭാവങ്ങളും അങ്ങനെ വെച്ചത്. അതിന് വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. കാരണം ഗ്രഹണ സമയത്ത് ആകാശത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവൻ്റെ കണ്ണു പോകത്തില്ലേ? അതതിനകത്ത് പഴയ കാലത്ത് എഴുതിയിട്ടുണ്ട്. ഉദയോത്യുടുവേ അസുരാസ്യകയെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സൂര്യഗ്രഹണത്തിന് ആകാശത്ത് നോക്കിയാൽ ചന്ദ്രഗ്രഹണത്തിന് ഒന്നെല്ലാം പറയുന്നുണ്ട് അവർ. അപ്പോൾ ഈ സിമുലേഷനിൽ കൂടിയാണ് നമ്മൾ ഇത് മുഴുവൻ ചെയ്തത്. ചില ആൾക്കാർ ഈ ഇന്ന സമയത്ത് ജനിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞ് ഒരുപാട് പേര് ഇതിനെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞായിരിക്കും പ്രസവിക്കേണ്ടത്, പക്ഷെ അത് നേരത്തെ ആക്കി സെക്ഷൻ എടുത്ത് കുഞ്ഞിനെ വെളിയിലെടുക്കുന്ന പ്രവണത കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതിനെ വിലയിരുത്തുന്നത് നമ്മൾ 5-6 ഡേറ്റ വെച്ചാണ് നമ്മൾ ഒരു കുട്ടിയുടെ ജനന സമയം തീരുമാനിക്കുക. എപ്പോഴാണ് ശുക്ലശോണിതങ്ങൾ മിക്സ് ആവുന്നതെന്ന് എനിക്ക് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല. അതിനകത്ത് എപ്പോഴാണ് വെളിയിൽ വരുന്നത് എന്നുള്ളത് നോക്കിയാണ് ഇപ്പോൾ പ്രായോഗികമായിട്ട് വരുന്നത്. നമ്മൾ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമേ പ്രിസിഷൻ കൂടുതൽ വരും. കാലവും ദേശവും അനുസരിച്ച് നിമിത്തങ്ങളും അത് തന്നെ. കാലവും ദേശവും അനുസരിച്ച് സ്വാഭാവികമായിട്ട് വരുന്ന നിമിത്തങ്ങൾക്ക് മാത്രമേ പൂർണ്ണ ഫലമുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ആ ദിവസം ആ സമയത്ത് നമ്മൾ കൃത്രിമമായിട്ട് അതിനെ കൊണ്ടുവന്നാൽ ആ ജാതകത്തിനകത്ത് കിട്ടുന്ന പല കാര്യങ്ങളും ശരിയായിരിക്കത്തില്ല. എന്നാൽ എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, മധ്യമരജ്ജു ഉള്ള സമയത്താണ് ഒരു പെൺകുട്ടി ജനിക്കുന്നതെങ്കിൽ അതിൻ്റെ കല്യാണം നടത്താൻ വലിയ പാടാണ്. അപ്പോൾ ഇത് സാമാന്യം തരക്കേട്ടില്ലാത്ത ഒരു ഈ സമയമൊക്കെ നോക്കിയാലേ കുറഞ്ഞ പക്ഷം മറ്റുള്ളവൻ്റെ അന്ധവിശ്വാസത്തെ എവിടെ ലൈഫിലേക്ക് വരുന്നത് കുറയ്ക്കാമല്ലോ എന്നുള്ള കാര്യം മാത്രമേ ഇതിനകത്തുള്ളൂ. അതാണ് അതിൻ്റെ അകത്തെ പൊരുൾ. കാരണം മധ്യമരജ്ജുള്ള നാളാണ്, വേസനാളാണ്, പന്ന നാളൊക്കെ തൃക്കേട്ടൊക്കെയാണ് ജനിക്കുന്നെങ്കിൽ അങ്ങനെ ഒരുപാട് മിത്തുകൾ ആളുകളുടെ മനസ്സിലുണ്ട്. ആയില്യത്തിന് ജനിക്കുക, പിന്നെ വീട്ടിൽ ജീവിക്കാൻ ഒക്കത്തില്ല. അല്ലാതെ ഇതിനകത്ത് സ്വാഭാവികത വളരെ കുറവാണ്. ഇങ്ങനത്തെ കാര്യങ്ങളിൽ സാർ കണ്ടിട്ടുള്ള ഒരു മിഥ്യാധാരണകൾ എന്തൊക്കെയാണ് പൊതുവേ ഉള്ളത്? അല്ല, പൊതുവേ ഉള്ള മിഥ്യാധാരണകൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഈ നക്ഷത്രങ്ങളുടേത് ഇന്നത് വരും. അത് മാത്രമേ ഞാൻ പറയാം. ഈ പല നക്ഷത്രങ്ങളുടെയും കാലുകളെക്കുറിച്ച് പറയും പൂരാടമൊക്കെ. ആ കാലുകൾ വരുന്നൊന്നും അതുപോലെ കറക്റ്റൊന്നും അല്ല. കാരണം പൂരാടത്തിൻ്റെ നക്ഷത്രം പൂരാടം അന്തരിക്താജ പ്രതിപദം കർക്കിലക്കിനും. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ഒക്കെ കുഴപ്പമൊന്നും അത് അങ്ങനെയില്ല. പൂരാടം വന്നാൽ മന്ദം ശനിയാഴ്ച വരണം, തിഥിയായിരിക്കണം. അങ്ങനെ ഒരുപാട് കോമ്പിനേഷൻ ഒരുമിച്ച് വരുന്ന സമയത്ത് മാത്രം പ്രഡിക്റ്റ് ചെയ്യേണ്ട ഒരു ദോഷഫലത്തെ ചുമ്മാതെ പ്രഡിക്റ്റ് ചെയ്യിക്കുക. പൂരാട നക്ഷത്രത്തിന് മുഴുവൻ കുഴപ്പം വരണമെങ്കിൽ ആകെ 27 നക്ഷത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ലോകത്ത് ജനിക്കുന്നതിൽ 27 പൂരാടമായിരിക്കത്തില്ലേ? അതെ. അപ്പോൾ നമ്മുടെ എല്ലാ സാധ്യതകളുടെ ശാസ്ത്രവും തെറ്റല്ലേ അത്? അപ്പോൾ കോമ്പിനേഷൻ ഫുള്ളായിട്ട് നോക്കി അത് വെച്ചാൽ ചെയ്യുന്നെങ്കിൽ പലതും ശരിയായിട്ട് വരും. അല്ലാതെ ഒന്നും എങ്ങനെ ശരിയാവുന്നേ? മരണത്തെക്കുറിച്ച് പറയുമ്പോഴും ഒക്കെ ശരിയല്ലേ? അതും വലിയ തെറ്റല്ലേ പറഞ്ഞേക്കുന്നത്? ഒരാളൊരു പർട്ടിക്കുലർ സ്റ്റാറിൽ മരിച്ചു, അതുകൊണ്ട് അയാളുടെ കർമ്മം ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ചത്തവൻ്റെ കർമ്മം ചെയ്യാന്നുള്ളത് ജീവിച്ചിരിക്കുന്നവൻ്റെ ജോലിയാണ്. അത് ചെയ്തു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡാമേജ് വരാൻ സാധ്യതയുള്ളതാണെങ്കിൽ അതിൻ്റെ ഗ്രാവിറ്റി കുറയ്ക്കാനേ നമുക്ക് ശ്രമിക്കാൻ പറ്റൂ. നമുക്ക് തിരിച്ചമർത്താൻ പറ്റത്തില്ല. മറ്റേ അങ്ങനെയുള്ള ഒരുപാട് കാര്യം. പിന്നെ ഈ ഗണകന്മാർ 2ാം നാളിൽ മിണ്ടാൻ പാടില്ല.
പലരും നല്ല ഒന്നാം തരമായിട്ട് ചേരുന്ന ജാതകങ്ങൾ പെണ്ണിൻ്റെ 2ാം നാളിൽ പുരുഷനായതുകൊണ്ട് ചേർക്കാതെ വന്നിട്ടുണ്ട്. 2ാം നാൾ ഏറ്റവും നല്ലതാണ്. അപ്പോൾ അങ്ങനെ അതേപോലെ അഷ്ടമരാശി കൂറുകൾ, അങ്ങനെ ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത് ജാതക പൊരുത്തത്തിലാണ്. ഈ ചൊവ്വാദോഷമുള്ള പെൺകുട്ടിയെ കല്യാണം കഴിക്കരുത്. ചൊവ്വാദോഷം എന്ന് പറയുന്ന ഒരു ദോഷം തന്നെ പ്രാക്ടിക്കലായിട്ട് പലതും തെറ്റാ പറഞ്ഞേക്കുന്നത്. അതിന്റെ സത്യാവസ്ഥ എന്താ? അതിനത് പറഞ്ഞ വരാഹമിരം പറഞ്ഞേക്കുന്നത് ആഗ്നേയ വിധവ അസ്തരാശി സഹിതൈ എന്നാണ് പറഞ്ഞേക്കുന്നത്. ആഗ്നേയ ഗ്രഹങ്ങൾ സംസ്കൃതത്തിൽ ഏകവചനം, ദ്വിവചനം, ബഹുവചനം എന്നുണ്ട്. ആഗ്നേയ, അതായത് 2ലധികം ആഗ്നേയ ഗ്രഹങ്ങൾ 7ാം ഭാവത്തിൽ നിന്നാൽ അവളുടെ ഭർത്താവ് വേഗം മരിക്കാൻ സാധ്യതയുണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതിന് ഒരുപാട് എക്സെപ്ഷൻസ് ഉണ്ട്. ഈ എക്സെപ്ഷൻസ് ഒന്നും നോക്കാതെ ഒറ്റ ഗ്രഹം അവിടെ കയറി നിന്നാലും ചത്തുവോ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ രാജ്യത്തൊക്കെ നടന്ന് ചെറുക്കന്മാരെ അന്വേഷിക്കുന്നതും കൊള്ളാവുന്ന കല്യാണങ്ങളെല്ലാം പോയിട്ടുള്ളതുമായ ധാരാളം പേരുണ്ട്. എന്നോട് ചോദിച്ചാൽ എന്തോ വരും, ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. എക്സെപ്ഷൻസ് അറിയാൻ വയ്യ. 7ാം ഭാവത്തിൽ ചൊവ്വ എന്നാൽ അതിൻ്റെ എക്സെപ്ഷൻ വേറെയുണ്ട്. സൽസു അർത്ഥകേഷു, 2ാം ഭാവത്തിൽ ശുഭഗ്രഹം നിന്നാൽ 7ൽ ചൊവ്വ ആയാലും ഫലം വരത്തില്ല. എൻ്റെ ഒരു കുഴപ്പമില്ല. ഇവർ പഠിച്ചിട്ടില്ല. എന്തിനു വേണ്ടി ജാതകപ്പുരം നോക്കുന്നത്? കാരണം ഇപ്പോഴും ചേരത്തില്ലയോ എന്നറിയാനാണ്, ചേരുമോന്നറിയാനല്ല. അതാണ് ഞാൻ പറഞ്ഞ കൺഫോമിറ്റി ആൻഡ് കംപ്ലയിൻസ്. നമ്മുടെ സ്ത്രീകളൊക്കെ അമ്പലത്തിൽ പോയി തിരുമേനി എന്ത് പറഞ്ഞാലും അവർ വിശ്വസിക്കും, ജ്യോത്സ്യൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. ഞാൻ 1-2 സൈക്കിക്കാരുള്ളവരോട് പറഞ്ഞിട്ടുണ്ട്, വീട്ടിൻ്റെ മുമ്പിൽ ഒരു ബോർഡ് വെക്കണം, ഈ വീട്ടിൽ ഞങ്ങളെ കാണാൻ വരുന്നവർ ദയവ് ചെയ്ത് വാസ്തുപരമായിട്ടും ജ്യോതിഷപരമായിട്ടും ഞങ്ങളെ ഉപദേശിക്കരുത്. ആവശ്യത്തിന് വേണ്ടിയുള്ളതിനല്ല ഇത് പലപ്പോഴും ഉപയോഗിക്കുന്നു. അത് മാത്രമല്ല, ഇത് പണസമ്പാദനത്തിനായിട്ടുള്ള ഒരു ഉപാധിയായിട്ട് അധികം ഉപയോഗിക്കാത്തതാണ് നല്ലത്. അങ്ങനെ ഇത് പറഞ്ഞിട്ടില്ല. എൻ്റെ ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒന്നും കാശ് മേടിച്ചിട്ടില്ല. ആളുകളെ സഹായിക്കാൻ വേണ്ടിയും പിന്നെ ജീവസന്ധാരണത്തിന് സമ്പത്തൊക്കെ ആവശ്യമാണ്. മാന്യമായിട്ട് ആരെങ്കിലും കൊടുക്കുന്നത് മേടിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ആവശ്യമില്ലാത്ത പൂജകളൊക്കെ ആളുകളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുക, അതേപോലെ കല്യാണമൊക്കെ ചുമ്മാതെ മുടക്കാൻ ശ്രമിക്കുക, ഇതൊക്കെ വലിയ അപകടങ്ങളാണ്. ഈ ചില സിനിമയിൽ കണ്ടിട്ടുണ്ടല്ലോ, ഈ പ്രശ്നം, ഐ മീൻ പൊരുത്തം നോക്കാൻ പോകുമ്പോൾ പൊരുത്തം ഇല്ലെങ്കിൽ ഒരു 500 രൂപ വെച്ചിട്ട് ഇപ്പൊ പൊരുത്തം ഉണ്ടെന്ന് പറഞ്ഞു. അത് ഇനി ഞാൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും എനിക്കൊരുപാട് സുഖല്ലതുള്ളതാണ്. അത് ജിംനേഷ്യം നടത്തുന്ന കുട്ടികളാരുണ്ട്. ഒരുപാട് കാലമായിട്ട് കല്യാണം നടക്കാതിരുന്നു. ആ പെങ്കൊച്ച് അവൻ്റെ ജിമ്മിൽ പഠിക്കാൻ വന്ന് അങ്ങനെ അവർ 2 പേരുടെ സന്തോഷമായിട്ട് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അവർ പോയി എല്ലാം റെഡിയാക്കിയിട്ട് ഒരാളിൻ്റെ അടുത്ത് പോയി ഞങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു, ഒരു മുഹൂർത്തം കുറിച്ച് തരണമെന്ന് പറഞ്ഞപ്പോൾ അവൻ ഈ ജാതകം എടുത്തു വെച്ച് ഇവർ 2 പേരുടെയും വിശകലനം ചെയ്യാൻ തുടങ്ങി. അവരെല്ലാം വരട്ടി. അവസാനം ഇവർ കരഞ്ഞുകൊണ്ട് ആ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നത്. എൻ്റെ ഗുണം കൊണ്ടൊന്നും അല്ല. പിന്നെ ഞാൻ പറഞ്ഞ് ശാന്തനിപ്പിച്ച കല്യാണം നടത്തി. അപ്പോൾ അതിനകത്ത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ആചാര്യൻ, ഏത് കാര്യം ചോദിക്കുന്നുവോ അതിന് മാത്രമേ മറുപടി പറയാവൂ. ഈ നിയമം തെറ്റിക്കുന്നു എല്ലാവരും. എൻ്റെ ഗുരുനാഥൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരാൾ ഒരു മുഹൂർത്തം ഒരാളിന് കുറിച്ച് കൊടുത്താൽ നീ അത് കഴിഞ്ഞ് പിന്നീട് എന്തെങ്കിലും സ്പെസിഫിക്കായ ഒരുപാട് കാരണങ്ങളില്ലെങ്കിൽ നോക്കാൻ പാടില്ല. കാരണം ഇത് സാധ്യതകളുടെ ശാസ്ത്രം. അങ്ങനെ നമ്മൾ ഒരിക്കലും ഞാൻ പറഞ്ഞില്ല, ഇതെല്ലാം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്താണ് ഈ ലെവലിൽ എത്തിച്ചേക്കുന്നത്.